എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഓണം അങ്ങ് ആഘോഷിച്ചാൽ പോരെ, പിന്നെ അത് എന്തിനാണതിൻ്റെ പിന്നാമ്പുറം ചകയേണ്ട കാര്യമുണ്ടോ എന്നൊരു ചോദ്യം സ്വാഭാവികമായി ഒന്ന് രണ്ടിടത്തുനിന്ന് ഉയർന്നു വന്നു. അതിലാദ്യത്തെ ഒരു അനുഭവം ഞാൻ പറയാം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വത്തിനെ സംബന്ധിച്ചൊരു വലിയ തർക്കം നടന്നപ്പോൾ ഒരു ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കാൻ അവസരം കിട്ടി. അപ്പോൾ ആ സ്വത്ത് അതിൻ്റെ ഉൽപ്പത്തി പരിണാമ വികാസങ്ങളെക്കുറിച്ച് കൃത്യമായി തെളിവ് സഹിതം ഞാൻ അവതരിപ്പിച്ചു. ഒരുപാട് ചോദ്യങ്ങൾ വന്നു. ചോദ്യത്തിനൊക്കെ ഞാൻ മറുപടി പറഞ്ഞു. അവസാനം ഒരാൾ പറഞ്ഞതാണ്, നിങ്ങൾക്ക് ഇത്ര വലിയ ക്രിമിയേടി എന്തോന്നാണ്, ആ സ്വത്ത് അവിടെ ഇരുന്നുകൊണ്ട് പോട്ടെ എന്ന്. അതുപോലെ നമ്മളങ്ങ് ആഘോഷിച്ചുകൊണ്ട് പോട്ടെ, നിങ്ങൾക്ക് ഇത്ര വലിയ ക്രിമിയേടി എന്താണ് എന്ന് ചോദിക്കും. അത് നമ്മൾ ഈ പറഞ്ഞതുപോലെ പശു പുല്ല് തിന്നുന്നത് പോലെയാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് പശു പുല്ല് തിന്നുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. പശു എന്നും പുല്ല് തിന്നും, പുല്ല് തിന്നാൽ മതി. പക്ഷേ നമ്മളങ്ങനെയല്ല. അതിൻ്റെ രുചി വ്യത്യാസം, വൈവിധ്യം നമുക്കിഷ്ടമാണ്. അത് എന്തിനു കഴിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു ബോധം ഉണ്ടാവണം. അതിൻ്റെ ആരോഗ്യസ്ഥിതിയൊക്കെ ഒരുപാട് മൃഗങ്ങൾ ഭക്ഷണം കഴിക്കുന്നതും മനുഷ്യർ ഭക്ഷണം കഴിക്കുന്നതും തമ്മിലൊരു വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങൾ, വിശ്വാസങ്ങൾ, നമ്മുടെ പഠനങ്ങൾ ഒക്കെ അതിനകത്ത് പ്രതിഫലിക്കും സാധാരണഗതി. അപ്പോൾ അതുകൊണ്ട് ആണ് ഓണത്തിനെക്കുറിച്ച് ഒരു പഠനം തയ്യാറാക്കി. നേരത്തെ തന്നെ ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിന് 2 ഭാഗങ്ങളുണ്ട്. എനിക്ക് ആകെ കിട്ടിയിട്ടുള്ള 50 മിനിറ്റാണ്. 50 മിനിറ്റ് കൊണ്ട് ഞാൻ വളരെ വേഗത്തിൽ അവതരിപ്പിക്കാൻ. ഇതിന് 2 ഭാഗങ്ങളുണ്ട്. രണ്ടാമത്തെ ഭാഗം ഞാനിവിടെ അവതരിപ്പിക്കുന്നില്ല. പേടിച്ചല്ല, സമയമില്ലാത്തത് കൊണ്ടാണ്. അത് സന്ദർഭവശാൽ ഞാൻ പറയാം. ആദ്യത്തെ ഭാഗമാണ് ഞാനിവിടെ പ്രസൻറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഓണത്തിൻ്റെ കുറിച്ചൊരു ഇൻട്രഡക്ഷൻ്റെ ആവശ്യമില്ല. ഞാൻ നേരിട്ട് തന്നെ അതിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഓണം എന്ന പേരെങ്ങനെയാണ് രൂപപ്പെട്ടത് എന്ന് എല്ലാ ഭാഷാശാസ്ത്രജ്ഞന്മാരും ഒരേ സ്വരത്തിൽ പറയുന്നു. ശ്രാവണം എന്ന പദമാണ് അത് ആവണമായും ആവണിയായും ഓണമായും മാറിയത് എന്നാണ്. അതിൽ നമുക്കും തർക്കമില്ല. ശ്രാവണമാണ് ഓണമായി മാറിയത്. പക്ഷെ അതിനകത്തൊരക്ഷരം കിടപ്പുണ്ട്, ഷ. പഴയ മലയാളത്തിൽ ഷ ഇല്ല, ഇന്നത്തെ തമിഴിലും ഷ ഇല്ല, ദ്രാവിഡ ഭാഷകൾക്കൊന്നും തന്നെ ഷ ഇല്ല. യ, ര, ല, വ, ഷ, ഷ, സ, ഹ, ഈ 4 അക്ഷരങ്ങളും പഴയ മലയാളത്തിലില്ല. ക, ഖ, ഗ, ഖ, ങ അതുമില്ല. ക കഴിഞ്ഞാൽ ങ, ച കഴിഞ്ഞാൽ ഞ. അതായത് ഖരവും അനുനാസികവും മാത്രമേ ഉള്ളൂ. അധികര മൃദു ഘോഷങ്ങളില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പുറത്ത് നിന്ന് വന്നതാണ്, ആര്യഭാഷയിൽ ആര്യ ദേശത്ത് നിന്ന് വന്നതാണ് എന്ന് പേരിൽ തന്നെ അടയാളപ്പെട്ട് കിടപ്പുണ്ട്. ഇത് നമ്മുടെ ദേശീയ വർഷമായ ശകവർഷത്തിലെ ഒരു മാസമാണ് ശ്രാവണം. ചിങ്ങത്തിന് പകരമായി ഇവർ പറയുന്നതാണ് ശ്രാവണം. ഇനി ഓണത്തിനെ സംബന്ധിച്ച ഐതിഹ്യങ്ങൾ. അപ്പോൾ അത് തന്നെ ഇതിനൊരു നോർത്ത് ഇന്ത്യൻ അടയാളപ്പെടുത്തൽ ഇതിനകത്ത് കിടപ്പുണ്ട് എന്നാണ്. അടുത്ത ഓണത്തിനെ കുറിച്ചുള്ള ഐതിഹ്യങ്ങൾ. ഒന്ന്, നമ്മൾ പാരമ്പര്യമായി വിശ്വസിച്ച് വരുന്ന വാമനൻ മഹാബലിയെ ചവിട്ടിത്താഴ്ത്തി എന്ന കഥയാണ്. പക്ഷേ ഇവിടെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. 5ാമത്തെ അവതാരമാണ് വാമനൻ. 6ാമത്തെ അവതാരമായ പരശുരാമനാണ് കേരളം സൃഷ്ടിച്ചത്. അപ്പോൾ കേരളം സൃഷ്ടിച്ചതിന് ശേഷമാണ് ചവിട്ടിത്താഴ്ത്തി, അതിന് മുമ്പായിരുന്നു എന്നുള്ളൊരു തർക്കം. അപ്പോൾ അതിന് കാലവുമായി ഒത്തുപോകുന്നില്ല. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ തകരാറ്. 2ാമതൊരു ഐതിഹ്യം രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. ആ ഐതിഹ്യം എന്ന് പറയുന്നത് സാധാരണ തൃശ്ശൂർ കേന്ദ്രീകരിച്ച. അതിങ്ങനെയാണ്. പരശുരാമൻ കോടാലി എറിഞ്ഞ് കേരളം സൃഷ്ടിച്ചു. അതിനുശേഷം 64 ഇല്ലങ്ങളെ, അതിൽ 32 തുളുനാട്ടിലും 32 ചന്ദ്രഗിരി പുഴയ്ക്ക് തെക്ക് കേരളത്തിലും പ്രതിഷ്ഠിച്ചു. അതിനുശേഷം എല്ലാവരെയും വിളിച്ചുകൂട്ടി, നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഞാൻ ഒരുക്കിയിട്ടുണ്ട്. എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾ തമ്മിലുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ മനസ്സിൽ ധ്യാനിക്കുക, ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും. എന്നിട്ട് പരശുരാമൻ അപ്രത്യക്ഷനായി. അപ്പോൾ ഈ കൂടി നിന്ന 32 പേരിൽ ഒരാളിനൊരു സംശയം, ഇദ്ദേഹം ഇങ്ങനെ വരുമോ, ധ്യാനിച്ചാൽ വരുമോ എന്നൊരു സംശയം. അതുകൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് അങ്ങ് ധ്യാനിച്ചു. പരശുരാമൻ പ്രത്യക്ഷപ്പെട്ടു. ചോദിച്ചു, എന്താണ് നിങ്ങളുടെ ആവശ്യം? ആവശ്യമൊന്നുമില്ല, അങ്ങ് വരുമോ ഇല്ലെന്നൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. പരശുരാമന് ദേഷ്യം വന്നു. പറഞ്ഞു, ഇനി മേലിൽ ഇതുപോലുള്ള പരീക്ഷണങ്ങളും ഗവേഷണങ്ങളും ഒന്നും വേണ്ട, ഞാൻ മേലാൽ വരില്ല. ഇനി എൻ്റെ ജന്മദിനമാണ് തിരുവോണം. അന്ന് ചിങ്ങമാസത്തിലെ തിരുവോണ ദിവസം ഞാൻ വന്ന് നിങ്ങളെ കണ്ടുകൊള്ളാം. ഇതാണ് 2ാമത്തേത്. ആദ്യത്തെ ഐതിഹ്യത്തിലെ അബദ്ധത്തിനെ
ഇല്ലാതാക്കുന്നതിന് വേണ്ടി രണ്ടാമത് സൃഷ്ടിച്ച ഒരു മിത്താണ്. മിത്ത് നമുക്കറിയാം, നമുക്ക് ഉത്തരം കിട്ടാൻ കഴിയാത്ത സമസ്യയ്ക്ക് നമ്മൾ സ്വയം കണ്ടെത്തുന്ന ഉത്തരങ്ങളാണ് മിത്തുകൾ. അതുകൊണ്ട് തന്നെ മിത്തിന് ഒരു പാഠമല്ല, നിരവധി പാഠങ്ങളുണ്ട്. അതിൽ രണ്ടാമത്തെ പാഠമാണ് ഞാൻ ഈ പറഞ്ഞത്. ഇനി മൂന്നാമതൊരെണ്ണം വന്നത് കേരളത്തിലെ അവസാനത്തെ ചേരമാൻ പെരുമാൾ മതം മാറി ഇസ്ലാമായി നാട് വിട്ട ദിവസമാണ് ഇത്. അപ്പോൾ എപ്പോഴും ചരിത്രം എന്ന് പറയുന്ന സ്ഥലകാല ബന്ധിയായിരിക്കണം. സ്ഥലം വേണം, കാലം വേണം. ഇത് സ്ഥലവുമില്ല, കാലവുമില്ല. എന്ന് ഭരിച്ചു, ഏതാണ് ചേരമാൻ പെരുമാൾ, എവിടെയാണ് ഭരിച്ചത് എന്നാണ് എന്നുള്ളതിനെക്കുറിച്ച് അതിനകത്ത് യാതൊരു അടയാളപ്പെടുത്തുമില്ല, യാതൊരു ഇതുമില്ല. അപ്പോൾ അതിനെയും നമുക്ക് മിത്തിൻ്റെ കൂട്ടത്തിൽ തള്ളാവുന്നു. 4, അത് മാത്രവുമല്ല, ഇതിനകത്ത് വേറൊരു ബുദ്ധമതക്കാർ പറയുന്ന അങ്ങനെയല്ല, അവസാനത്തെ ചേരമാൻ പെരുമാൾ ബുദ്ധമതം സ്വീകരിച്ചു, അതിൻ്റെ അടയാളപ്പെടുത്തലാണ് ഓണം എന്ന്. പക്ഷെ അങ്ങനെയെങ്കിൽ നമുക്കൊരു സംശയം. അപ്പോൾ അതിനവർ പറയുന്നൊരു കാര്യം, മഞ്ഞ, ബുദ്ധൻ മഞ്ഞ വേഷധാരിയായിരുന്നു, പീതാംബരധാരിയായിരുന്നു, അതുകൊണ്ട് മഞ്ഞ, ഓണത്തിന് മഞ്ഞ കോടി എന്ന് പറയുന്നൊരു സമ്പ്രദായം ഉണ്ട് എന്ന്. പക്ഷെ അവിടെ മാത്രമല്ല, അങ്ങനെയാണെങ്കിൽ സ്വർണമോ? സ്വർണത്തിന് തള്ളിപ്പറഞ്ഞ ആളാണ് ബുദ്ധൻ. സ്വർണത്തിൻ്റെ നിറം മഞ്ഞയാണ്, അതിനോട് നമുക്ക് വലിയ പ്രതിപത്തിയാണ്. ആ മഞ്ഞ നിറം ഉള്ളത് കൊണ്ട് മാത്രമാണ് സ്വർണത്തിൻ്റെ പുറകെ നമ്മൾ പോകുന്നത്. കല്യാണത്തിന് സാധാരണ വസ്ത്രം എടുക്കുമ്പോൾ മഞ്ഞ വസ്ത്രം ആദ്യം എടുക്കണം, അതല്ലെങ്കിൽ വസ്ത്രം വയ്ക്കുന്ന പെട്ടിക്കകത്തൊരു മഞ്ഞ കഷ്ണം ഇട്ടിരിക്കണം. അത് ആ ആചാരം ഇന്നും തമിഴർ തുടരുന്നുണ്ട്, തമിഴ് വംശജരായ മലയാളികളും തുടരുന്നുണ്ട്. അപ്പോൾ ഈ മഞ്ഞയ്ക്ക് പൊതുവെ ഒരു ഐശ്വര്യത്തിൻ്റെ പ്രതീകമായി 5 നിറങ്ങൾ മാത്രമേ ദ്രാവിഡന് പരിചയമുണ്ടായിരുന്നുള്ളൂ. അതിലേറ്റവും പ്രധാനപ്പെട്ടൊരു നിറമാണ് മഞ്ഞ. അതിന് ബുദ്ധമതവുമായി ബന്ധിപ്പിക്കാമെന്നല്ലാതെ ബുദ്ധമതമാണ് അതിൻ്റെ ഈ ഓണത്തിന് മഞ്ഞ നിറം കൊടുത്തത് അതുകൊണ്ടാണ് എന്ന് പറയാൻ കൃത്യമായ തെളിവുകളോ രേഖകളോ ഇല്ല. അതിനെ മിത്തായി നമുക്ക് കാണാവുന്ന. അടുത്ത് സസ്യാഹാര സദ്യ ഉള്ളതുകൊണ്ട് ഇത് അവസാനത്തെ ചേരമാൻ പെരുമാൾ എന്ത് സ്വീകരിച്ചു? ജൈനമതം സ്വീകരിച്ചതിൻ്റെ ഓർമ്മയാണ്. അപ്പോൾ ജൈനമതക്കാർ അവകാശപ്പെടുന്നുണ്ട് ഇത് സസ്യാഹാര സദ്യ ഉള്ളതുകൊണ്ട് ആണ് എന്നാണ്. പക്ഷേ കണ്ണൂരിൽ ഇന്നും ഉത്രാട ദിവസം വൈകുന്നേരം മുതൽ തിരുവോണ ദിവസം രാവിലെ വരെ എല്ലാ കോഴിക്കടകളും തുറന്നിരിക്കും. കോഴി ഇറച്ചിയില്ലാതെ, ചിക്കൻ ഇല്ലാതെ അവർക്ക് ഓണമില്ല. പന്ന്യൻ രവീന്ദ്രൻ, നമ്മുടെ രാഷ്ട്രീയ നേതാവ്, അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞതാണ്, ഞങ്ങൾക്ക് ചിക്കൻ ഇല്ലാതെ ഞങ്ങൾക്ക് ഓണമില്ല. അപ്പോൾ വെജിറ്റേറിയൻ എന്നുള്ള സമ്പ്രദായം പോലും ഓണത്തിനുമായി ബന്ധപ്പെടുത്താവുന്നതല്ല. അടുത്ത് ചേരമാൻ പെരുമാൾ തൻ്റെ ആത്മസുഹൃത്തായ സുന്ദരമൂർത്തി നയനാരുമായി ഉടലോടുകൂടി സ്വർഗത്തിൽ പോയ ദിവസമാണ്. കൊടുങ്ങല്ലൂർ വെച്ച് ഉടലോടുകൂടി പോയി എന്നാണ്. ഇവിടെ ഇതും സ്ഥലകാല ബന്ധിയല്ല, നമ്മുടെ യുക്തിക്ക് നിരക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ അതിനെയും നമുക്ക് മിത്തായി തള്ളാവുന്നു. അപ്പോൾ ജൈനമതക്കാരവകാശപ്പെടുന്നു, ബുദ്ധമതക്കാരവകാശപ്പെടുന്നു, ഇസ്ലാം മതക്കാരവകാശപ്പെടുന്നു, ശൈവ മതക്കാരവകാശപ്പെടുന്നു. അപ്പോൾ എല്ലാവരും അവകാശപ്പെടുന്നുണ്ട് ഞങ്ങൾ ചേരമാൻ പെരുമാളുമായി ബന്ധപ്പെടുത്തി ഞങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ ഓണത്തിൻ്റെ ഉൽപ്പാദകരാണ് എന്നിവർ ഓണത്തിൻ്റെ ഉൽപ്പാദകരാണ് എന്ന് സർവ്വ ആളുകൾ അവകാശപ്പെടുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഓണം എന്ന് പറയുന്നത്, ഓണത്തിൻ്റെ കഥകളെല്ലാം ഒരു മിത്താണ്. ഇനി ഇതിനെയെല്ലാം കൗണ്ടർ ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ സാംസ്കാരിക നായകന്മാർ, എഴുത്തുകാർ, കവികൾ, നോവലിസ്റ്റുകൾ ഒക്കെ മുമ്പോട്ട് കൊണ്ടുവന്നൊരു ആശയമാണ് എന്താണ്? ഓണം ഒരു കൊയ്ത്തുത്സവമാണ്. ആണോ? ഏത് വിഭവമാണ് ചിങ്ങമാസത്തിൽ പാകമാകുന്നത്? നമുക്കറിയാം, റബ്ബറിനെയും മരച്ചീനിയും നമുക്ക് മാറ്റി വയ്ക്കാം. കാര്യം റബ്ബർ വന്നിട്ട് 150 കൊല്ലം ആയിട്ടുള്ളൂ, മരച്ചീനി വന്നിട്ട് 140 കൊല്ലം തികയാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ അത് രണ്ടും വിദേശിയാണ്, നമുക്ക് മാറ്റി വയ്ക്കാം. നമ്മുടെ തനത് വിഭവങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ സാമ്പത്തിക നില, ഇവിടുത്തെ രാജ്യത്തിൻ്റെയും ഗ്രാമത്തിൻ്റെയും ജനങ്ങളുടെയൊക്കെ സാമ്പത്തിക നില നിർണ്ണയിക്കുന്ന 3 വിഭവങ്ങളാണ്, കാർഷിക വിഭവങ്ങളാണ്. ഒന്ന് കുരുമുളക്. അതിൻ്റെ കാലം നമുക്കറിയാം, വൃശ്ചികം മുതൽ വൃശ്ചികം, ധനു, മകരം വരെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി മാസങ്ങൾ വരെ.
ആണ് അതിൻ്റെ ഒരു കാലം എന്ന് പറഞ്ഞാൽ കുരുമുളക് സാധാരണത്തിൽ അത് പ്രത്യേകിച്ച് ആരെയും പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. ഇനി നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഉൽപ്പന്നങ്ങളിൽ ഒന്നാണ് നെല്ല്. ഈ നെല്ല് ചിങ്ങത്തിൽ നമുക്ക് കൊയ്ത്തുണ്ടോ? ചിങ്ങത്തിൽ കൊയ്ത്തില്ല. നമുക്കൊരു കവിയുണ്ട് വൈലോപ്പിള്ളി, അദ്ദേഹം എഴുതിയ കവിതയുടെ പേര് തന്നെ കന്നിക്കൊയ്ത്ത് എന്നാണ്. കന്നിക്കൊരു പ്രത്യേകതയുണ്ട്. കാര്യം കന്നിവെറി കടൽ വറ്റുമെന്നാണ്. നമ്മൾ നെല്ലിന് വേണ്ടി മാത്രമല്ല പഴയ ആളുകൾ കൃഷി ചെയ്തിരുന്നത്, അവർക്ക് അത്യാവശ്യമായ അതോടൊപ്പം തന്നെ തുല്യ പ്രാധാന്യം കൊടുത്ത് കണ്ടിരുന്നൊരു സാധനമാണ് വൈക്കോല്. ഈ വൈക്കോൽ ഉണക്കിയെടുക്കണം, അതിന് കന്നിവെറി വേണം. നെല്ല് പഴുക്കണമെങ്കിലും കന്നിവെറി വേണം. അപ്പോൾ കന്നിവെറി വരുന്നത് ഒരുപക്ഷെ നേരത്തെ വന്നാൽ ഏതാണ്ട് ചിങ്ങം അവസാനമാണ്. ചിങ്ങം 4-ാം തീയതി ഓണം വന്നാൽ എന്ത് ചെയ്യും? സോ അതല്ല. അപ്പോൾ ചിങ്ങത്തിൽ നമുക്ക് കൊയ്ത്തില്ല, ചിങ്ങത്തിൽ കൊയ്ത്തുമായി അതിന് യാതൊരു ബന്ധവുമില്ല. കാര്യം നമുക്കുള്ളത് കന്നിക്കൊയ്ത്താണ്. കന്നിക്കൊയ്ത്തിൽ അപ്പോൾ ഓണം ചിങ്ങത്തിൽ ആഘോഷിക്കുകയും അത് ഈ കൊയ്ത്തുത്സവവുമായി ബന്ധപ്പെടുത്തി പറയാവുന്ന ഒരു സമ്പ്രദായമല്ല. പിന്നെ എന്താണ്? പിന്നെ ഉള്ളത് നമ്മുടെ സാമ്പത്തികം നിർണ്ണയിക്കുന്ന ഒരു വലിയ ഉൽപ്പന്നമാണ് തേങ്ങ. ഈ തേങ്ങയെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. എപ്പോഴാണ് നമ്മുടെ നല്ലീട് എന്ന് പറയുന്നത്? സാധാരണത്തിൽ തിരുവനന്തപുരത്ത് അങ്ങനെയാണ്, ബാക്കിയുള്ളത് എങ്ങനെയാണ്? നല്ലീടും ചില്ലീടും ഉണ്ട്. ഈടെന്ന് പറഞ്ഞ വിളവ് എന്നർത്ഥം. നല്ലീട് നല്ല വിളവ് കിട്ടുന്നത് എപ്പോഴാണ്? മിഥുനം വരെ. മിഥുനം വരില്ല, ഏതാണ്ട് ഇടവം വരെ. ഇടവം എന്ന് പറയുന്നത് നമുക്കറിയാം ജൂൺ ജൂലൈയിൽ ഒക്കെയാണ് നല്ല വിളവ് കിട്ടുന്ന കാലം. അത് കഴിഞ്ഞാൽ ചില്ലീടാണ്. ചില്ലീടെന്ന് പറഞ്ഞാൽ ചില്ല എന്ന് പറയാൻ ചെറുതാണ്, ചെറിയ വിളവാണ്. ഈ കർക്കിടകത്തെ തേങ്ങയ്ക്ക് തന്നെ വലിപ്പം ചെറുതായിരിക്കും, എണ്ണവും കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നാട്ടുകാർ കൊടുത്തിട്ടുള്ളൊരു പേരുണ്ട്, കർക്കിടക കൂരി എന്നാണ് പറയുക. ചെറിയ തേങ്ങ ആയിരിക്കും. എത്ര വലിയതെങ്കിലും ചെറിയ തേങ്ങ ഉണ്ടാവും. ചെറിയ തേങ്ങ ഉണ്ടാവുള്ളൂ, വലിപ്പം ചെറുതായിരിക്കും. സാധാരണ കൃഷിക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, കൃഷിയുമായി ബന്ധമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഏറ്റവും കുറച്ച് തെങ്ങിൽ വിളവ് കിട്ടുന്ന കാലം ചിങ്ങമാണ്. അപ്പോൾ നെല്ലില്ല, തേങ്ങയില്ല, കുരുമുളകില്ല. പിന്നെ നമ്മുടെ ഏറ്റവും വലിയ വിഭവം എന്ന് പറയുന്നത്, കേരളത്തിൻ്റെ തനത് വിഭവം എന്ന് പറയുന്ന കിഴങ്ങ് വർഗ്ഗങ്ങളാണ്. എല്ലാ കിഴങ്ങ് വർഗ്ഗങ്ങളും ഉണ്ടാകുന്നത് വൃശ്ചികം, ധനു, മകരം മാസങ്ങളിലാണ്. കാച്ചിൽ, ചേന, ചേമ്പല്ല, അതിന് മുമ്പൊന്നും ഇല്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇത് കാർഷികോത്സവമാകുന്നത്? അപ്പോൾ നമ്മളിങ്ങനെ ഒരാൾ പറഞ്ഞാൽ ഗീബൽസൺ തന്ത്രം പോലെയാണ്. ആരോ ഒരാൾ പറഞ്ഞു, അതിങ്ങനെ ആവർത്തിച്ച് അതിനെ സത്യമാക്കി മാറ്റുകയാണ്. കാർഷിക വൃത്തിയുമായി, കാർഷിക സമ്പ്രദായവുമായി യാതൊരു ബന്ധവും നമ്മുടെ ഓണത്തിന് ഇല്ല. ഇനി വരുന്നത് ഓണം ഒരു വസന്തോത്സവമാണ് എന്നാണ്. എന്താണ് വസന്തോത്സവം? വസന്തോത്സവം നമുക്കറിയാം, പൂക്കൾ വിടരുന്ന കാലമാണ്. പൂക്കളുമായി ബന്ധപ്പെട്ടാണ് അതിനെ പറയുന്നത്. അതെന്താണ് അങ്ങനെ വരാനുള്ള കാരണം? അത്തം മുതൽ 10 നാൾ പൂവിടണം. അത്തം നാൾ 10 നാൾ പൂവിടണമെങ്കിൽ പൂവുണ്ടാവണം. പൂക്കളെല്ലാം വിരിഞ്ഞിറങ്ങുന്ന കാലമാണ്. അതുകൊണ്ടാണ് അതിന് വസന്തോത്സവം എന്ന് പറയുന്നത്. പക്ഷേ ഏത് പൂവാണ്? നമ്മളിന്ന് തമിഴ്നാട്ടിൽ നിന്ന് അണ്ണാച്ചിമാരുണ്ടാക്കുന്ന പൂവിഞ്ഞോട്ട് ഇറക്കുന്നു. അത് വാരി വിതറി സൗകര്യം പോലെയൊക്കെ അല്ലെങ്കിൽ കലാപരമായിട്ടൊക്കെ ചെയ്യുന്നു. വളരെ നയനാനന്ദകരമാണ്, ശരി. പക്ഷെ എങ്ങനെയാണ് ഈ തമിഴ്നാട്ടിൽ പൂക്കൃഷി ആരംഭിക്കുന്നതിന് മുമ്പ് തമിഴ്നാട്ടിൽ നിന്നും വാഹനങ്ങൾ ഇവിടെ പൂവെത്തുന്നതിന് വേറൊരു പ്രത്യേകതയുണ്ട്. പൂ വെളുപ്പാൻ കാലത്ത് പറിച്ചു കഴിഞ്ഞാൽ അന്ന് ഉച്ചയ്ക്ക് മുമ്പ് എത്തണം. വാഹനങ്ങളില്ലാതിരുന്ന കാലത്ത് തമിഴ്നാട്ടിലേക്ക് നിന്ന് ഇവിടെ എങ്ങനെയാണ് പൂവെത്തിയിരുന്നത്? അപ്പോൾ ഇവിടുത്തെ നാട്ടുപൂക്കളാണ് ഉപയോഗിച്ചിരുന്നത്. നാട്ടുപൂക്കൾ ചുമ്മാ അങ്ങ് ഉപയോഗിക്കാൻ പറ്റില്ല, അതിന് ചില നിയമങ്ങളുണ്ട്. ആദ്യത്തെ ദിവസം തുമ്പപ്പൂവിടണം, രണ്ടാമത്തെ ദിവസം അരളിപ്പൂവിടണം, മൂന്നാം ദിവസം മുക്കുറ്റിയിടണം, നാലാം ദിവസം ചെമ്പരത്തിപ്പൂവിടണം, അഞ്ചാം ദിവസം നമ്മുടെ ഇതുണ്ടല്ലോ ഈ രാജമല്ലി എന്ന് പറയുന്നൊരു സാധനം, ഈ പൂക്കളിടണം. എന്നിട്ട് അഞ്ചാം ദിവസം മുതൽ പൂക്കൾ ഇരട്ടിച്ചിടണം. എന്നിട്ട് ഏഴാം ദിവസമായ മൂലം നക്ഷത്രത്തിൻ്റെ അന്ന് ചതുരത്തിൽ പൂവിടണം. എട്ടാം നക്ഷത്രമായ പൂരാടത്തിൻ്റെ അന്ന് മാത്രമേ കാക്കപ്പൂ ഉപയോഗിക്കാവൂ. അതുകൊണ്ട് അതിന് കാക്കപ്പൂരാടം എന്ന് പേരുണ്ട്. അപ്പോൾ ഒന്ന് നോക്കൂ, തുമ്പ, മുക്കുറ്റി,
തുളസി, ചെമ്പരത്തി, കാക്കപ്പൂ തുടങ്ങിയ പൂക്കളാണ് ആവർത്തിച്ചിട്ട് 10ൻ്റെ അന്ന് 10 പൂക്കളിട്ട് കളം നിറയും. ഇതിലേത് പൂവാണ് പൂക്കാലം വേണ്ടത്? എല്ലാ കാലത്തും ഈ പൂ കിട്ടും. തൊടികളിലൊക്കെ എല്ലാ കാലത്തും തുമ്പ പൂക്കാറുണ്ട്, എല്ലാ കാലത്തും കദളി പൂക്കാറുണ്ട്, ചെമ്പരത്തി നമ്മുടെയൊക്കെ വീട്ടിനിടയിലുണ്ട്. എല്ലാ കാലത്തും അതിന് പ്രത്യേകം പൂക്കാലമൊന്നും വേണ്ട. ഇനി പൂക്കാലമെന്ന് പറയുന്ന കാലം, സ്പ്രിംഗ് എന്ന് പറയുന്ന കാലമേതാ? വസന്തകാലമെന്ന് പറയുന്ന കാലമേതാ? വസന്തകാലമെന്ന് പറയുന്നത് സാധാരണ മേടം ഇടവം മാസം. അതായത് ഈ കാളിദാസൻ്റെ ഋതുസംഹാരത്തിലൊക്കെ പറയുന്നത് അങ്ങനെയാണ്. അതിൻ്റെ ഒരു കാലമെന്ന് പറയുന്നത് മേടം മുതൽ ഇടവം മാസങ്ങളാണ്. ആ കാലത്ത് നമുക്ക് വേനൽക്കാലമാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓട്ടം, വിൻ്റർ, സമ്മർ, സ്പ്രിംഗ് തുടങ്ങിയ 4 നമ്മുടെ ഋതുകാലങ്ങൾ കേരളത്തിന് ബാധകമല്ല. കേരളത്തിൽ 3 എണ്ണം മാത്രമേ ഉള്ളൂ. ഏതൊക്കെയാണ്? വേനൽക്കാലവും മഴക്കാലവും പിന്നെ ഒരിടക്കാലം വരുന്ന ഈ ശരത്കാലവും. ശരത്കാലം എന്ന് പറയുന്നത് നമ്മുടെ വൃശ്ചികം, ധനു മാസങ്ങൾ വരുന്ന തണുപ്പ്. അതിപ്പോൾ ഇല്ല. ഇത്രയേ ഉള്ളൂ. ബാക്കിയുള്ള നമുക്കിവിടെ പൂക്കാലമൊന്നും അങ്ങനെയില്ല. ഇവിടെ അത്രയും വലിയ പൂക്കൃഷിയുമില്ല. എന്നാൽ ഒരു പ്രത്യേക കാലത്ത് നമ്മൾ ഇവിടെ പൂക്കളം തീർത്തിരുന്നു. അത് ഓണക്കാലത്തല്ല. പഴയ ആളുകൾക്കറിയാം അത് തീർത്തിരുന്നത് കാർത്തിക മാസത്തിലാണ്. കാർത്തിക മാസം 1-ാം തീയതി മുതൽ ധനുമാസം 11-ാം തീയതി വരെ 41 ദിവസം പൂക്കളമിടുന്നൊരു പതിവ് കാർത്തികോത്സവത്തിനുണ്ടായിരുന്നു. ഏറ്റവും പഴക്കമുള്ള ഉത്സവമാണ് കാർത്തികോത്സവം. സംഘകാല കൃതികളൊക്കെ വായിക്കുന്നവർക്കറിയാം ഏറ്റവും പഴക്കമുള്ള ഉത്സവം കാർത്തികോത്സവമാണ്. ഈ കാർത്തികോത്സവത്തിൽ ഒരു പ്രത്യേകതരം പൂത്തിറങ്ങും. അപ്പോൾ മാത്രം അതിൻ്റെ പേരാണ് കാർത്തികപ്പൂ. സംഘകാല കൃതിയിൽ അതിന് കാന്തൽ പൂക്കൾ എന്നും പറയാറുണ്ട്. ഈ കാർത്തികപ്പൂവിൻ്റെ ഒരു പ്രത്യേകത, അത് ഏതാണ്ട് ചെമ്പരത്തിപ്പൂവിനുള്ള വലിപ്പം വരും, പക്ഷെ അകത്ത് കറുപ്പും പുറത്ത് നല്ല മഞ്ഞയുമാണ്. ഈ പൂവോടുകൂടി മാത്രമേ കാർത്തികപ്പൂ ഇടാവൂ. അപ്പോൾ 41 ദിവസം കാർത്തികപ്പൂ ഇട്ടിരുന്നു. പിന്നെ അത് 30 ദിവസമായി. ഏതാണ്ട് 50-55 കാലഘട്ടത്തിലൊക്കെ അത് 4 ദിവസമായി ചുരുങ്ങി. പിന്നീട് കാർത്തിക ദിവസം മാത്രമായി ചുരുങ്ങി. പിന്നീട് റബ്ബറിൻ്റെ കുടിയേറ്റം സജീവമായതോടുകൂടി അത് അപ്രത്യക്ഷമായി. കാരണം ഇന്ന് കാന്തൽ പൂക്കൾ കാണാനില്ല. റബ്ബറിൻ്റെ വീട്ടിൽ ഇതുണ്ടാവില്ല. കാര്യം ഇത് ഒരു വള്ളിച്ചെടിയാണ്, മുള്ളുള്ള ഒരു തരം വള്ളിച്ചെടിയാണ്. ഈ വള്ളിച്ചെടിയിലാണ് ഇങ്ങനെ പൂ, നല്ല ഭംഗിയാണ് കാണാൻ. അത് ഇന്ന് അപ്രത്യക്ഷമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കാർത്തികപ്പൂ ഇന്ന് ആരും ഇടാറില്ല. ഈ കാർത്തികപ്പൂവിൻ്റെ മറ്റൊരു കോപ്പിയാണ് ഈ ഓണത്തിൻ്റെ അത്തപ്പൂ. കാരണം ഓണത്തിന് പ്രത്യേക പൂക്കളുടെ ഈ നാട്ടുപൂക്കളാണ്. അതുകൊണ്ട് അതിന് പ്രത്യേകം ഒരു പൂത്തിറങ്ങേണ്ട കാര്യമില്ല. ഈ പട്ടികപ്പെടുത്തിയിട്ടുള്ള തുമ്പപ്പൂ മുതൽ കാക്കപ്പൂ വരെയുള്ള എല്ലാ പൂക്കളും എല്ലാ കാലത്തും പൂക്കുന്നതാണ്, പൂത്തിറങ്ങുന്നതുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വസന്തോത്സവം എന്ന് പറയുന്നതിനോടും നമുക്ക് ശാസ്ത്രീയമായി യോജിക്കാൻ കഴിയില്ല. അപ്പോൾ ഇതൊന്നും അല്ലെങ്കിൽ പിന്നെന്താണ്? അപ്പോൾ ഇതിൻ്റെ കാരണമുണ്ട്. ഇതൊന്നും അല്ല എന്ന് പറഞ്ഞിട്ടെങ്കിൽ രക്ഷപ്പെടാൻ നോക്കണ്ട. ഇതെന്താണ് എന്ന് കൂടി അറിയണം. എങ്ങനെയാണ് ഈ ഉത്സവത്തിൻ്റെ സാധാരണ ഉത്സവം അറിയാം നമുക്ക്. മനുഷ്യൻ്റെ ഉൽപ്പത്തി മുതൽ അവന് അടിസ്ഥാനപരമായി സ്വാധീനിച്ച ചില അടിസ്ഥാന വികാരങ്ങളുണ്ട്. അതിലാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഓപ്പോസിറ്റ് സെക്സിനോടുള്ള നമ്മുടെ ഒരു ആകർഷണം, പിന്നെ കലഹിക്കാനുള്ള ത്വര, പിന്നെ സ്നേഹിക്കാനുള്ള ഇഷ്ടം, ദയ ഒക്കെ അതിനകത്ത് വരുന്നതാണ്. അക്കൂട്ടത്തിലൊന്നാണ് ആഘോഷിക്കുവാനുള്ള ആഗ്രഹം. എല്ലാ ആഘോഷവും. ഇപ്പോൾ നമ്മൾ ക്രിസ്മസിനൊക്കെ പിള്ളേർ ബഹളം ഉണ്ടായി നമ്മൾ കേക്കൊക്കെ വാങ്ങിച്ച് മുറിക്കാറുണ്ട്. അത് ഈ ക്രിസ്തുമത വിശ്വാസി ആയതുകൊണ്ടൊന്നുമല്ല. അതല്ലെങ്കിൽ ഓണത്തിന് നമ്മൾ പായസം വയ്ക്കുന്ന ഓണത്തിലല്ല ഈ വാമനിലുള്ള വിശ്വാസം കൊണ്ടല്ല, ആഘോഷിക്കുവാനുള്ള നമ്മുടെ ത്വരയാണ്. ഇതെല്ലാ മനുഷ്യരിലും അന്തർലീനമാണ്, എല്ലാ നാട്ടിലുമുണ്ട്, എല്ലാ ഗോത്രങ്ങളിലുമുണ്ട്. അപ്പോൾ ആ ഒരു ആഗ്രഹം അല്ലെങ്കിൽ അത്തരം ഒരു ത്വര നമ്മുടെ ഭരിക്കുന്നതിൻ്റെ ഒരു പരിണിത ഫലമാണ് നമ്മൾ ഈ ഓണം ആഘോഷിക്കുന്നതിൻ്റെ പിന്നിലുമുള്ളത്. അപ്പോൾ ഓണം എവിടെ നിന്നാണ് തുടങ്ങിയത് എന്ന് കൂടെ നമുക്ക് നോക്കേണ്ട. ഇതിൻ്റെ തുടക്കം വേദത്തിൽ നിന്നാണ്. വേദത്തിലാണ് ഇതിൻ്റെ ആദ്യത്തെ സൂചന കാണുന്നത്. ഋഗ്വേദത്തിൽ ഒരു ത്രിവിക്രമനെ കുറിച്ച് പറയുന്നുണ്ട്. ത്രിവിക്രമം, 3 ക്രമം വെച്ചവൻ, 3 ചുവട് വെച്ചവൻ എന്നാണ് അതിൻ്റെ അർത്ഥം.
ആ 3 ചുവട് വച്ചവൻ എന്നുള്ള അർത്ഥത്തിൽ അത് ഉപയോഗിക്കപ്പെടുന്നു. അത് ഋഗ്വേദത്തിൽ ആദ്യത്തെ വേദമായി ഋഗ്വേദത്തിലെ 6-ാം മണ്ഡലത്തിലാണ് ആ പ്രയോഗമുള്ളത്. അതിനകത്ത് പറയുന്നത് ഇങ്ങനെയാണ്: കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഭൂമിയോട് ബന്ധപ്പെട്ട 3 ലോകങ്ങൾ 3 കാൽവയ്പ്പുകളാൽ നിർമ്മിച്ചു എന്ന് ഋഗ്വേദം 6-ാം മണ്ഡലത്തിൽ 49-ാം അനുവാചകത്തിലാണത് പറയുന്നത്. അപ്പോൾ 3 ചുവടുകൾ. ഇവിടെ നിങ്ങൾ നോക്കൂ, നമ്മൾ മഹാബലിയെ ചവിട്ടിത്താഴ്ത്തുന്നതും 3 ചുവടുകൾ വെച്ചാൽ. അപ്പോൾ ഈ ചുവടിൻ്റെ അർത്ഥം 3 വരവിനെ ഉദ്ദേശിച്ച്, ആര്യന്മാരുടെ 3 വരവിനെ ഉദ്ദേശിച്ചാകാം എന്ന് പറയപ്പെടുന്നു. ആണെങ്കിലും അല്ലെങ്കിലും ശരി, ഈ ആദ്യം നമ്മൾ കാണുന്ന ത്രിവിക്രമനെ ഋഗ്വേദത്തിലെ 6-ാം മണ്ഡലത്തിലെ 41 അനുവാകത്തിലാണ്. അവിടെ മുതൽ ആരംഭിക്കുന്നു. അത് കഴിഞ്ഞാണ് ബ്രാഹ്മണങ്ങളുടെ ഉൽപ്പത്തി. വേദത്തിന് ശേഷമാണ്, പിന്നെയും 1300 കൊല്ലങ്ങൾക്ക് ശേഷമാണ്. ഒരു ഏകദേശ കണക്കാണ്. അതിനകത്തൊക്കെ നിരവധി ത്രിവിക്രമന്മാരെ കുറിച്ച് പറയുന്നു. ഇനി നമുക്ക് ത്രിവിക്രമൻ, അപ്പം ഇതെല്ലാം നമ്മൾ ഈ പറഞ്ഞതുപോലെ എന്താണ് ഈ ഹൈന്ദവ സാഹിത്യത്തിലെ അല്ലെങ്കിൽ സാഹിത്യമെന്നോ നമ്മൾ ചരിത്രമെന്നോ അല്ലെങ്കിൽ ഇതുണ്ടല്ലോ നമ്മുടെ മതപരമായ ഗ്രന്ഥങ്ങളിൽ നിന്നോ എന്നൊക്കെ നമുക്ക് പറയാമെങ്കിലും ചരിത്രപരമായ ഒരു ഭാഷ്യം നമുക്ക് കിട്ടുന്നത് കൃത്യമായും അശോകൻ്റെ കാലം മുതലാണ്. അശോകൻ്റെ ശിലാലിഖിതങ്ങൾ ഏതാണ്ട് അശോകൻ്റെ BC 3-ാം നൂറ്റാണ്ടിൽ അദ്ദേഹത്തിൻ്റെ ചെറുമകൻ ബൃഹദ്രഥൻ്റെ കാലത്തോടുകൂടി അശോകൻ്റെ സാമ്രാജ്യം ഏതാണ്ട് നാമാവിശേഷമായി. BC 185 പുഷ്യമിത്ര ശുങ്കൻ എന്ന് പറയുന്ന ബ്രാഹ്മണ പുരോഹിതൻ്റെ നേതൃത്വത്തിലുള്ള ഒരു പട്ടാള അട്ടിമറിയിലൂടെ ബൃഹദ്രഥൻ വധിക്കപ്പെടുന്നു. മഗധ കേന്ദ്രമാക്കി ശുങ്ക സാമ്രാജ്യം അവരെ ഏതാണ്ട് 110 കൊല്ലത്തോളം അവർ ഭരിച്ചു. ആ കാലഘട്ടത്തിലാണ് നമ്മുടെ മനുസ്മൃതിയൊക്കെ എഴുതുന്നത്. അതിനു മുമ്പ് അർത്ഥശാസ്ത്രമായിരുന്നു ഭരണഘടന. മൗര്യ സാമ്രാജ്യകാലത്ത് അർത്ഥശാസ്ത്രമെന്ന് പറയുന്ന ഭരണഘടന മാറ്റി എഴുതി, അതിന് വ്യത്യാസപ്പെടുത്തി. ഇതൊക്കെ എഴുതുന്ന സുമതി ഭാർഗവ എന്ന് പറയുന്ന ഒരാളെ കൊണ്ട് മനുസ്മൃതിയൊക്കെ എഴുതിക്കുന്നത് ഈ BC 185-ാം കാലം. ആ കാലഘട്ടത്തിൽ മധ്യ ഇന്ത്യ കേന്ദ്രീകരിച്ച് ഒരു സാമ്രാജ്യം രൂപപ്പെട്ടു വന്നു. അതിൻ്റെ പേരാണ് ശാതവാഹന സാമ്രാജ്യം. ശാതവാഹനന്മാർ എന്നാണ് അവരറിയപ്പെടുന്നത്. ഈ ശാതവാഹനന്മാരുടെ സംബന്ധിച്ചുള്ള അവരെ ഏകദേശം 40ഓളം ശിലാലിഖിതങ്ങൾ ലഭ്യമായിട്ടുണ്ട്. അവരുടെ ഭരണകാലത്തിനെ കുറിച്ച് എഴുതിയ ഒരു കൃതിയുടെ പേരാണ് ഗാഥാ സപ്തസതി. ഗാഥ സപ്തസതി, ഗാഥ പാട്ട്, സപ്തം 7, ശതി എന്ന് പറഞ്ഞാൽ 100 പദ്യങ്ങളടങ്ങിയ, അങ്ങനെ 700 പദ്യങ്ങളടങ്ങിയ ഒരു കൃതിയാണ് ഗാഥ സപ്തസതി. ഈ ഗാഥാ സപ്തസതിയിൽ വളരെ കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട് അവരുടെ ആരാധനാമൂർത്തി ത്രിവിക്രമനാണ് എന്നവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഈ ത്രിവിക്രമനെക്കുറിച്ച് ഗവേഷണം നടത്തിയ അദ്ദേഹത്തിൻ്റെ പേര് VD മഹാജൻ എന്നാണ്. അദ്ദേഹം എഴുതിയ ഏൻഷ്യൻ്റ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ, അതിൻ്റെ 19ാം എഡിഷൻ, ഏതാണ്ട് 20-30 എഡിഷൻ പോയതാണ്. വളരെ ശാസ്ത്രീയമായൊരു പഠനമാണ്. അതിനകത്ത് അദ്ദേഹം പറയുന്നു, ലൈക്ക്വൈസ് the worship of Vishnu can be established from the mention of such names as Vishnu Palit, Venhu, Lacheniga, etc. In Saptasadi, Hari or Trivikrama is said to be the superior to other gods. Hari or Trivikrama is said to be superior to other gods. എല്ലാ ദൈവങ്ങളെക്കാളും ഏറ്റവും മുമ്പിലുള്ള ത്രിവിക്രമൻ. ഈ ത്രിവിക്രമൻ എന്ന് നമ്മൾ പറയുമ്പോൾ ഈ ഇവിടെ മഹാബലി വരുന്നില്ല. ഇവിടെ ത്രിവിക്രമൻ എന്ന് പറയുന്ന ആളിനെ വിഷ്ണുവുമായി അതുവരെ ബന്ധപ്പെടുത്തിയിട്ടില്ല. ത്രിവിക്രമൻ എന്ന് പറയുന്നത് ആര്യ സമൂഹത്തിനെ 3 തവണ ഇന്ത്യയിലേക്ക് നയിച്ച ഒരു നേതാവ് എന്നുള്ളതിൽ കവിഞ്ഞ് മറ്റ് യാതൊരു പ്രസ്താവങ്ങളും ഋഗ്വേദത്തിലോ അത് കഴിഞ്ഞ് വന്ന ബ്രാഹ്മണങ്ങളിലോ ഇല്ല. പക്ഷേ ഇവിടെ ഏതാണ്ട് BC 2-ാം നൂറ്റാണ്ടിൽ മധ്യ ഇന്ത്യ കേന്ദ്രീകരിച്ച് രൂപപ്പെട്ടു വന്ന, മധ്യ ഇന്ത്യ എന്ന് പറയുമ്പോൾ നമ്മുടെ മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ആന്ധ്രയുടെ വടക്കൻ ഭാഗങ്ങളൊക്കെ കൂടി ചേർന്ന് രൂപപ്പെട്ടു വന്ന ഈ ശാതവാഹന സാമ്രാജ്യത്തിലാണ് നമ്മളിത് കാണുന്നത്. ശാതവാഹന സാമ്രാജ്യം 25 പേർ ഭരിച്ചിട്ടുണ്ട്. അതിൽ 18ാമത്തെ ആളിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ പേര് AD 70 മുതൽ 95 വരെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ
ഭരണകാലം. അദ്ദേഹം ശാതകർണി എന്നാണ്. ഈ ശാതകർണിയെ ബലി എന്ന് പറഞ്ഞിരുന്നു. കാരണം ശാതകർണി എന്ന് പറയുന്നത് ഗൗതമീപുത്ര ശാതകർണി എന്നാണ് പറയുക. ഗൗതമിയുടെ പുത്രനായ ശാതകർണി, അമ്മയുടെ പേര് വെച്ചാണ് ആ രാജാവ് അറിയപ്പെട്ടത്. ഗൗതമീപുത്ര ശാതകർണിയുടെ യഥാർത്ഥ പേര് ബാലശ്രീ എന്നാണ്. ഈ ബാലശ്രീയുടെ മകനായതുകൊണ്ട് ഇദ്ദേഹത്തിനെ ഗാഥാസപ്തശതിയിൽ ബലി എന്ന് പ്രയോഗപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ബലി എന്ന് പറഞ്ഞാൽ ശാതവാഹന സാമ്രാജ്യത്തിലെ പ്രമുഖനായ രാജാവായിരുന്ന ഗൗതമീപുത്ര ശാതകർണിയുടെ മറ്റൊരു പേരാണ് ബലി. കാരണം ബാലശ്രീയുടെ മകനായതുകൊണ്ട് അദ്ദേഹം ബലി എന്നറിയപ്പെട്ടു. കവിതയിൽ ഗാഥാസപ്തശതി എന്ന് പറയുന്ന കവിതയിൽ ഇദ്ദേഹം ബലി എന്നറിയപ്പെട്ടു. ഇത് ഏതാണ്ട് 1, 2, 3 നൂറ്റാണ്ടുകളോടുകൂടി ഈ സാമ്രാജ്യം തകർന്നതോടുകൂടി ഇത് 4-5 ഗ്രൂപ്പുകളായി പിരിയുന്നു. അതിൽ ചുട്ടൂസ്, പല്ലവർ, ഇക്ഷ്വാകു, ആഭീരൻ, ഗർദഭർ, ഇങ്ങനെ 4 ഗോത്രങ്ങളായി അത് പിരിയുകയാണ്. എല്ലാം ഗോത്രഭരണമാണ് നമ്മൾ മനസ്സിലാക്കണം. ഇതിലൊരു ഗോത്രമാണ് പല്ലവർ. ഈ പല്ലവരാണ് തെക്കൻ ആന്ധ്ര ഭരിച്ച ആളുകൾ. തെക്കൻ ആന്ധ്ര എന്ന് പറയും ഇന്നത്തെ തെക്കൻ ആന്ധ്രയാണ്, പഴയ ആന്ധ്രയല്ല. പണ്ട് അത് തമിഴകത്തിൻ്റെ ഭാഗമാണ്. വടവെങ്കിടം, തെൻകുമരി, കുണകടൽ, കൊടകടൽ, അതാണ് പഴയ അതിര്. വടവെങ്കിടം വടക്ക്, വെങ്കിടഗിരി എന്ന് പറയുന്നത് ഇന്നത്തെ തിരുപ്പതി മല. തെൻകുമരി തെക്ക് കന്യാകുമാരി, ഇന്നത്തെ കന്യാകുമാരി. കുണകടൽ കിഴക്ക്, കിഴക്ക് കടൽ, ബംഗാൾ ഉൾക്കടൽ. കുടകടൽ കുടക്ക്, പടിഞ്ഞാറ് കടൽ, അറബിക്കടൽ. ഇതായിരുന്നു പഴയ അതിർത്തി. ഈ അതിർത്തിക്കകത്താണ് ചേര, ചോള, പാണ്ഡ്യന്മാരുടെ 3 സാമ്രാജ്യങ്ങൾ, 3 ഗോത്ര രാജ്യങ്ങൾ. ചോളന്മാരും പാണ്ഡ്യന്മാരും ചേരന്മാരും. അപ്പോൾ നമ്മൾ വിചാരിക്കും ചേരന്മാരെന്ന് പറയുന്നത് കേരളമാക്കി ഇടയ്ക്ക് ഭരിച്ചിരുന്ന അല്ല. നമ്മളെന്ന് പറയും നമ്മളിപ്പോൾ ഇരിക്കുന്നത് ചേരരാജ്യത്തല്ല, ഇത് ആയിരാജ്യമായിരുന്നു. അതായത് കോഴിക്കോട് മുതൽ നമ്മുടെ പമ്പ വരെയുള്ള പ്രദേശം മാത്രമേ ചേരരാജ്യത്തുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതിൻ്റെ കിഴക്കനെതിരെ എന്ന് പറയുന്നത് സേലം വരെ ഉണ്ടായിരുന്നു. തെക്കോട്ട് ആയിരാജ്യമാണ്. മലബാർ എന്ന് പറയുന്നത് നന്ദരാജ്യമാണ്, ഇന്നത്തെ കോലത്തിരിയുടെ പൂർവ്വരൂപം. അപ്പോൾ മധ്യകേരളം മുതൽ ഏതാണ്ട് സേലം വരെയുള്ള പ്രദേശങ്ങളിടയ്ക്ക് ഭരിച്ചിരുന്ന ഒരു രാജ്യമായിരുന്നു ചേര രാജ്യം. ചേരന്മാർ. ചോളന്മാർ തഞ്ചാവൂര്, കാഞ്ചി ആ ഭാഗങ്ങളായി. പാണ്ഡ്യന്മാർ മധുര കേന്ദ്രീകരിച്ച് ഭരിച്ചു. അങ്ങനെയാണ് വടവെങ്കിടം, തെൻകുമരി, കുണകടൽ, കൊടകടൽ എന്ന് പറയുന്ന പഴയ തമിഴകത്തിൻ്റെ ഭരണ സമ്പ്രദായം വന്നതൽ. ഈ സ്ഥലത്തേക്കാണ് തെക്കൻ ആന്ധ്രാക്കാരായ സംസ്കൃത ഭാഷാഭിമാനികളായ പല്ലവർ എത്തുന്നത്. ഈ പല്ലവരായ നാടോടി വർഗം കാഞ്ചി കേന്ദ്രീകരിച്ച് ഒരു സാമ്രാജ്യം സ്ഥാപിച്ചു. സാമ്രാജ്യമല്ല, ഒരു രാജ്യം സ്ഥാപിച്ചു. അവർക്ക് സാങ്കേതികമായി യോജിക്കാവുന്നത് പാണ്ഡ്യന്മാരുമായിട്ടാണ്. അതിൻ്റെ കാരണമുണ്ട്, അതുകൂടി പറഞ്ഞാലേ നമുക്ക് പൂർത്തിയാകൂ. ഈ 3 രാജ്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു. പഴയ തമിഴകത്ത് 3 രാജ്യങ്ങൾ നിലനിന്നിരുന്നു. ഒന്ന് ചേരരാജ്യം, ഒന്ന് ചോളരാജ്യം, ഒന്ന് പാണ്ഡ്യരാജ്യം. ഇതിൻ്റെ 3ൻ്റെ തലസ്ഥാനങ്ങൾ ഞാൻ പറഞ്ഞു. ഇവർ തമ്മിൽ നിരന്തര യുദ്ധത്തിലായിരുന്നു. അതുകൊണ്ട് കൃത്യമായ ഒരു അതിര് നമുക്ക് പറയാൻ കഴിയില്ല, ഒരു ഏകദേശമാണ് പറഞ്ഞത്. നിരന്തര യുദ്ധത്തിലാണ് ഇവർ തമ്മിൽ. ആ നിരന്തരമായ യുദ്ധത്തിൽ നടത്തിയതിൻ്റെ പിന്നിൽ 2 കാര്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് കൊള്ളയടിക്കലാണ്, രണ്ടാമത്തേത് ദൈവവിശ്വാസത്തിനെ അടിച്ചേൽപ്പിക്കലാണ്. ചോളന്മാർ പരമ്പരയായി ശൈവരാണ്. നമ്മൾ മധുര ക്ഷേത്രം ഒഴികെ മധുരയ്ക്ക് ചുറ്റുവട്ടമുള്ളത് മുഴുവൻ വൈഷ്ണവ ക്ഷേത്രങ്ങളാണ്. മറിച്ച് തഞ്ചാവൂർ നമ്മൾ ആ ഭാഗം ചെല്ലൂ, അത് മുഴുവൻ ഏറ്റവും മഹാക്ഷേത്രങ്ങൾ മുഴുവൻ ശൈവ ക്ഷേത്രങ്ങളാണ്. കാര്യം ചോളന്മാർ ശൈവരായിരുന്നു, പാണ്ഡ്യന്മാർ വൈഷ്ണവരായിരുന്നു, ചേരന്മാർ ശാക്തേയരും. കാര്യം എന്ന് പറഞ്ഞാൽ കൊറ്റവൈ എന്ന് പറയുന്ന ദേവിയെ ആരാധിക്കുന്ന സമൂഹമായിരുന്നു നമ്മുടെ ചേരന്മാർ. കൊറ്റവൈ, കൊറ്റം, ഭരണം, അവൈ, അമ്മ, അതായത് ഭരണത്തിൻ്റെ അമ്മ എന്നുള്ള അർത്ഥത്തിൽ യുദ്ധദേവത എന്നുള്ള നിലയിൽ. ഇത് തന്നെയാണ് നമ്മുടെ ഗ്രീക്കിൽ കാണുന്ന, ഗ്രീക്ക് ഭാഷയിൽ ഗ്രീക്ക് ദേവതയായ ടിയൂസ്, അതിൽ നിന്നാണ് ട്യൂസ്ഡേ ഒക്കെ രൂപപ്പെട്ടു വന്നത്.
അപ്പോൾ ഈ 3 ദേവതകൾ, 3 ആരാധനാ ക്രമങ്ങൾ തമ്മിലുള്ള മത്സരമായിരുന്നു ചേരനും ചോളനും പാണ്ഡ്യനും തമ്മിൽ. ഇതിൽ ഈ മധ്യ ഇന്ത്യയിൽ നിന്ന്, ശാതവാഹന സാമ്രാജ്യത്തിൽ നിന്ന് പിരിഞ്ഞു വന്ന പല്ലവർക്ക് സാങ്കേതികമായി യോജിക്കാവുന്ന പാണ്ഡ്യന്മാരുമായിട്ടാണ്. കാരണം അവർ വൈഷ്ണവരാണ്, മറ്റവർ പൂർണ്ണമായും ശൈവരാണ്, വൈഷ്ണവത്തെ പൂർണ്ണമായും തള്ളിപ്പറയുന്നവരാണ്. ഇത് രണ്ടിനും മധ്യയാണ് നമ്മുടെ ചേരന്മാരും നിലനിൽക്കുന്നത്. അപ്പം ഈ ഒരു വിഷയം നിലനിൽക്കുമ്പോൾ സ്വാഭാവികമായും ഈ വന്ന പല്ലവർക്ക് സാങ്കേതികമായി യോജിക്കാവുന്നത് പാണ്ഡ്യന്മാരാണ്. കാര്യം പാണ്ഡ്യന്മാരുടെ വിശ്വാസം എന്താണെന്ന് പറഞ്ഞാൽ അർജുനൻ്റെ പിന്മുറക്കാരാണെന്നാണ്. മഹാഭാരതത്തിലെ അർജുനൻ്റെ പിന്മുറക്കാരാണ് ഞങ്ങൾ, പഞ്ചപാണ്ഡവരുടെ പിന്മുറക്കാരാണ് ഞങ്ങൾ, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പാണ്ഡവർ എന്ന് പേര് വന്നത് എന്നൊക്കെയാണ് അവരുടെ ഒരു വിശ്വാസം. ആ വിശ്വാസവുമായി ബന്ധപ്പെട്ടാണ് ഈ പല്ലവരും ഈ പാണ്ഡ്യന്മാരുമായി ഒരു സന്ധിയിൽ ഏർപ്പെടുന്നത്. ഇനി നമുക്ക് അപ്പോൾ അവരുടെ ഈ ത്രിമൂർത്തി ആഘോഷം തമിഴ്നാട്ടിൽ നടപ്പിലായി. ഇതിനെക്കുറിച്ചുള്ള രേഖ ഏതാണ്ട് ക്രിസ്തുവർഷം 6-6 നൂറ്റാണ്ടാകാം 10 പാട്ട് എന്ന സംഘകാല കൃതിയെക്കുറിച്ച് ഞാൻ വിശദീകരിക്കാൻ നിൽക്കുന്നില്ല, ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ടാണ് ഈ 10 പാട്ടിൽ മധുരൈ കാഞ്ചി എന്ന് പറയുന്ന ഒരു പാട്ടിൽ പറയുന്നത് ഓണത്തിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് അതിനകത്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആ ഓണത്തിനെക്കുറിച്ച് അതിനകത്ത് 7-8 വരികളുണ്ട്. അതിൽ പ്രധാനമായിട്ടും കൊടുത്തിരിക്കുന്ന 2-3 വരികൾ ഞാൻ പറയാം. കണങ്കോൾ ഔണർക്ക് കടന്ത പൊലന്താൻ മായോൻ മേയ ഓണനൻ നാട് എന്നാണ്. മായോൻ മേയ ഓണനൻ നാട്, മായോൻ വിഷ്ണു, ഓണനൻ നാട് അവൻ്റെ ആഘോഷം നടക്കുന്ന നാട്. അതായത് മായോൻ മേയ ഓണനൻ നാട് എന്നാണ് മധുരയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മധുരയിൽ ഓണം ആഘോഷിച്ചിരുന്നു 6-ാം നൂറ്റാണ്ടിൽ. ഈ 6-ാം നൂറ്റാണ്ടിലെ ഓണം അപ്പോൾ ചോദിക്കും, പിന്നെ ഇപ്പോൾ തമിഴ്നാട്ടിൽ ഓണമില്ലല്ലോ. തമിഴ്നാട്ടിൽ ഓണമില്ലെന്ന് ആരാ പറഞ്ഞേ? തമിഴ്നാട്ടിൽ ജനകീയ ഓണമില്ല എന്ന് പറഞ്ഞാൽ ശരി, പക്ഷെ തമിഴ്നാട്ടിൽ ഓണമുണ്ട്. 9ഓളം ക്ഷേത്രങ്ങൾ എൻ്റെ അറിവിൽ. ഈ 9 ക്ഷേത്രങ്ങളിലെ പ്രതിഷ്ഠ നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇടത്തെ കാൽ ഉയർത്തി നിൽക്കുന്ന വാമനൻ, അതിൻ്റെ കീഴിൽ കുമ്പിട്ട് നിൽക്കുന്ന മഹാബലി, മഹാബലിയെ ചവിട്ടിത്താഴ്ത്തുന്ന ബിംബങ്ങളുള്ള 9 ക്ഷേത്രങ്ങൾ എൻ്റെ അറിവിൽ. എൻ്റെ ലിസ്റ്റുണ്ട്. കേരളത്തിൽ ഒന്നുപോലും ഇല്ല. കേരളത്തിലെ വാമനക്ഷേത്രമെന്ന് പറയുന്ന നമ്മുടെ ഇവിടെ ഉണ്ടല്ലോ, തൃക്കാക്കരത്തെ പ്രധാന പ്രതിഷ്ഠ ഏതാ? ശിവനാണ്. അവിടെ വാമന പ്രതിഷ്ഠയുണ്ട്, ശരിയാ, പ്രധാന പ്രതിഷ്ഠ. അതിവിടുത്തെ നമ്മുടെ തിരുവല്ലം ക്ഷേത്രം പോലെയാണ്. തിരുവല്ലത്തെ പ്രധാന പ്രതിഷ്ഠ എന്താ? ശിവൻ. പക്ഷെ അവിടെ ഏറ്റവും മണ്ടേ കയറി നിൽക്കുന്ന ആരാ? കോടാലിയും പിടിച്ച് പരശുരാമൻ. അതൊക്കെ പിൽക്കാലത്ത് വന്നാണ്. പഴയ രേഖ അവിടെ 3-4 ശിലാലിഖിതമുണ്ട്, നിങ്ങൾക്ക് വായിക്കാം. ശിവക്ഷേത്രം എന്ന് കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ പിൽക്കാലത്ത് ബ്രാഹ്മണ്യത്തിൻ്റെ ഒരു ഇരച്ചുകയറ്റം വന്ന് 300 കൊല്ലത്തിനപ്പുറം ഉള്ള രേഖ എവിടെയുണ്ട്? 300 കൊല്ലത്തിനപ്പുറം ശിവക്ഷേത്രം. അവിടെയാണ് പിന്നെ വലിയൊരു കോടാലിയുമായിട്ടൊരു പിന്നെ നമ്മുടെ പരശുരാമനെയൊക്കെ സൃഷ്ടിക്കപ്പെട്ട വളരെ പിന്നീടാണ്. അതുപോലെ വാമനനെ പിൽക്കാലത്ത് പ്രതിഷ്ഠിച്ചെന്ന പ്രതിഷ്ഠ, അതായത് പുരാവസ്തുവുമായി ഏകദേശം ഒരു ധാരണയുള്ള ഒരാളിന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ശിവന് പഴക്കം കൂടുതലാണ്. ഞാൻ ശിവഭക്തനൊന്നും അല്ല കേട്ടോ. അത് പറയുമ്പോൾ ശിവനെ ഞാൻ ഇങ്ങനെ പുകഴ്ത്തി പാടുമ്പോൾ നിങ്ങൾ പറയും ഇങ്ങനെ പിന്നെ ശിവൻ്റെ പ്രചരണം, അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഞാൻ അങ്ങനെയൊന്നും പോകുന്നില്ല. അപ്പോൾ അവിടെ 2ാമത് പ്രതിഷ്ഠിക്കപ്പെട്ട വാമനെയാണ് നമ്മൾ കാണുന്നത്. ഇനി പാണ്ഡ്യന്മാരുടേതാണെന്നുള്ള തെളിയിക്കുന്നതിന് ബ്രഹ്മോത്സവം എന്നുള്ള പേരിലും ഇന്ദ്രോത്സവം എന്നുള്ള പേരിലും ഉത്സവങ്ങൾ ഈ പറഞ്ഞ 9 ക്ഷേത്രങ്ങളിൽ നടക്കുന്നുണ്ട്. തീർന്നില്ല. തൃക്കാക്കരയപ്പനെ വയ്ക്കുന്നൊരു പതിവുണ്ട് നമുക്ക്. തൃക്കാക്കരയപ്പൻ ഇവിടെ തെക്കോട്ടില്ല, മധ്യ കേരളത്തിൽ തൃക്കാക്കര പൂക്കളം നിരത്തി, പൂക്കളത്തിൽ 3 സ്തൂപികകൾ. തൃക്കാക്കരയപ്പൻ രൂപമില്ല, 3 സ്തൂപികകൾ. നിങ്ങൾ വള്ളിയൂർ മുതൽ, തമിഴ്നാട്ടിലെ വള്ളിയൂർ മുതൽ തമിഴ്നാട്ടിലെ ഗ്രാമപ്രദേശങ്ങളിലോട്ട് നിങ്ങൾ യാത്ര ചെയ്യണം. അവിടുത്തെ പിടാരികൾ, ഗ്രാമദേവതകളുടെ പ്രതിഷ്ഠ റോഡിൽ ഇങ്ങനെ പച്ചയ്ക്ക് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അമ്പലമൊന്നുമില്ല, ചെയ്തു വെച്ചിട്ടുണ്ട് സ്തൂപിക. ഇനി
അത് ഞാൻ പറയുമ്പോൾ ഇയാൾ ഇനിയിപ്പോൾ തമിഴ്നാട്ടിലാക്കി നോക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും. ഇതാ ഇന്ന് വൈകുന്നേരം പൊന്മുടി ബസ്സുണ്ട്, ഇവിടെ നേരെ കയറി നമ്മൾ പൊന്മുടി ഇറങ്ങുക. പൊന്മുടിക്ക് ഇപ്പുറത്ത് കറുപ്പ് സ്വാമി ക്ഷേത്രം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, കല്ലാറ് കഴിഞ്ഞിട്ട്. അവിടെ കറുപ്പ് സ്വാമി ക്ഷേത്രമുണ്ട്. ആ കറുപ്പ് സ്വാമി ക്ഷേത്രത്തിൽ 3 സ്തൂപികൾ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. കറുപ്പ് സ്വാമിയെ പ്രത്യേകം വെച്ചിട്ടുണ്ട്. ഈ 3 മാടന്മാരെ അപ്പുറം അപ്പുറം 3 സ്തൂപിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതേ സ്തൂപിക നമ്മൾ മധ്യ കേരളത്തിൽ തൃശ്ശൂർ വരെയുള്ള ഭാഗത്ത് ഓണക്കാലത്ത് വിൽക്കാനിറങ്ങും, മണ്ണ് കൊണ്ടും മരം കൊണ്ടും. ഇതെങ്ങനെ വന്നു? ഇവിടെ ആരും തന്നെ കേരളത്തിൽ ഒരൊറ്റ മനുഷ്യരും സ്തൂപിക വെച്ച് ആരാധിക്കാറില്ല ഈ ഓണക്കാലത്തല്ലാതെ. പക്ഷെ തമിഴ്നാട്ടിൽ സ്ഥിരം ദേവതയാണത്. പിടാരി ദേവതകളാണ്. പിടാരികളെന്ന് പറയും ഗ്രാമദേവത, ഗ്രാമരക്ഷക എന്നാണ് ഇതിൻ്റെ അർത്ഥം. എല്ലാ ക്ഷേത്രങ്ങളും എല്ലാ തെരുവുകളിലും നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ സ്തൂപികൾ. അതെങ്ങനെ വന്നു? അപ്പോൾ ദാറ്റ് മീൻസ് അവിടെ നിന്ന് ഇങ്ങോട്ട് കോപ്പി ചെയ്യപ്പെട്ടതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ഇതിൻ്റെ തെളിവുകളാണ്, ഇന്നും നമ്മുടെ മുമ്പിൽ ജീവിച്ചിരിക്കുന്ന തെളിവുകളാണ് ഞാൻ ഈ പറഞ്ഞത്. ഇനി ഇതെപ്പോൾ അങ്ങനെ ചോദ്യം ഉദിക്കുന്നുണ്ട്. എപ്പോൾ? അക്കാര്യമാണ് ഇനി പറയുന്നത്. പാണ്ഡ്യന്മാരിലെ അതിശക്തരായ രാജാവായിരുന്ന അരികേസരി മാറവർമ്മൻ, അദ്ദേഹത്തിൻ്റെ ഭരണകാലം 700 മുതൽ 710 വരെയാണ്. അദ്ദേഹം രേഖപ്പെടുത്തി വെച്ച വലിയ ചിന്നമണ്ണൂർ പട്ടയത്തിൽ സസൂക്ഷ്മം വിശകലനം ചെയ്തുകൊണ്ട് എൻ സുബ്രഹ്മണ്യം ദ ഹിസ്റ്ററി ഓഫ് തമിഴ്ലാൻഡ് എന്ന കൃതിയിൽ ഇങ്ങനെ രേഖപ്പെടുത്തുന്നു. ദ റൂയിൻഡ് പരവാസ് who were the fishermen community in the extreme south of the Pandyan country, and he destroyed the people of Kurunadu, the country which is impossible to identify now. Perhaps the expression of Kurunatar means lesser chieftains. എന്നാണ് കുരുനാട് ആക്രമിച്ചു കീഴടക്കിയത്. ഇതെവിടെയാണ് ഈ കുരുനാട്? കുരുനാട് ആക്രമിച്ചു കീഴടക്കിയാണ് സംഗതി. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ആചാര അനുഷ്ഠാന വിശ്വാസങ്ങൾ നടപ്പിലാക്കുന്നു. ഏതാണ് ഈ കുരുനാട്? 1562 വരെ കൊച്ചി രാജ്യത്തിന് തെക്ക് വടക്കങ്കൂർ, നമ്മുടെ മീനച്ചൽ താലൂക്കൊക്കെ വരുന്ന അതിന് വടക്ക് നിലനിന്നിരുന്ന ഒരു നാട്ടുരാജ്യമാണ് കുരുനാട്, കേരളം. അതിനകത്ത് വരുന്നതാണ് തൃക്കാക്കര. കാൽക്കരൈ നാട് രൂപപ്പെടുന്നതിന് മുമ്പ് കുരുനാട് എന്നൊരു നാടുണ്ടായി. തൃപ്പൂണിത്തുറ വിജ്ഞാനം എന്ന് പറയുന്ന ഒരു കൃതിയുണ്ട്, അതെടുത്ത് വായിച്ചാൽ അതിനകത്ത് രേഖാസ്പദമായിട്ട് എല്ലാ വിവരങ്ങളും ആ രാജാക്കന്മാരുടെ പട്ടിക വരെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് 1530 അവസാനത്തെ രാജാവാണ് അധികാരമേൽക്കുന്നത്. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് മക്കളില്ലാതെ വന്നു. അതുകൊണ്ട് ഇത് കൊച്ചി രാജ്യത്തിൽ പിന്നെ ലയിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ 1700 മുതൽ 710 വരെ തമിഴ്നാട് ഭരിച്ച അരികേസരി മാറവർമ്മൻ മധ്യ കേരളത്തിലേക്ക് ഒരു പടയോട്ടം നടത്തി. അങ്ങനെ പാണ്ഡ്യന്മാരാക്രമിക്കും. സംശയമില്ലേ? വേണ്ട. നമുക്ക് 2 സ്ഥലങ്ങൾ ഞാൻ പറയാം. ഒന്ന് എരുമേലിപ്പേട്ട, എരുമേലി എന്ന് പറയുന്ന എരുമേലിപ്പേട്ട പഴയ രേഖയിൽ. രണ്ടാമത്തെ ഈരാറ്റുപേട്ട. എരുമേലിപ്പേട്ടയെക്കുറിച്ച് ഞാൻ ഇനി അങ്ങോട്ട് വിശദമായി പറയുന്നില്ല, എന്നാലും ഒരു സൂചന തരാം. ശബരിമല എന്ന് പറയുന്നത് ഇറ്റ് വാസ് എ ട്രേഡ് റൂട്ട്. ഞാനത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്, പുസ്തകമായി പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇറ്റ് വാസ് എ ട്രേഡ് റൂട്ട്. അവിടുത്തെ പേട്ട എന്ന് പറയുന്നത് ചന്തയെന്നായിരുന്നു. നമ്മുടെ ചാലകമ്പോളത്തിൻ്റെ പഴയ പേര് അനന്തപുരം പേട്ടയെന്നാണ്. അപ്പോൾ അവിടെ കുരുമുളക് കച്ചവടത്തിന് പാണ്ഡ്യന്മാർ മല വഴി ഇറങ്ങി വന്ന് കുരുമുളക് അവരുടെ തുണി വിൽക്കുകയും നമ്മുടെ കുരുമുളക് അവർ വാങ്ങുകയും ചെയ്യുന്ന. ഇതിന് സമാന്തരമായി കാഞ്ഞിരപ്പള്ളി വഴി ട്രേഡ് റൂട്ട് തുറന്നു. ആ ട്രേഡ് റൂട്ടാണ് മീനച്ചൽ ആറിൻ്റെ തീരത്തുള്ള ഈരാറ്റുപേട്ട. തീർന്നില്ല, ഇതിൻ്റെ തെളിവുണ്ട്. ഈ കാഞ്ഞിരപ്പള്ളിയിൽ ഒരു ദേവീക്ഷേത്രമുണ്ട്. അതിൻ്റെ പേര് മധുര മീനാക്ഷി ക്ഷേത്രമെന്ന്. നമ്മൾ കേൾക്കുമ്പോൾ വിചാരിക്കും ഇതങ്ങ് മധുരയിലാണെന്നല്ല. ഇത് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് സ്വപ്പം കിഴക്കോട്ട് പോകുമ്പോൾ മധുര മീനാക്ഷി ക്ഷേത്രം. തീർന്നില്ല. ആ മധുര മീനാക്ഷി ക്ഷേത്രത്തിൻ്റെ പ്രണാളത്തിൽ ഒരു ശിലാലിഖിതമുണ്ട്. ആ ശിലാലിഖിതം ഞാൻ വായിക്കാം. ആ ശിലാലിഖിതം ഇതാണ്: ചമര കോലാഹല മതിയാത മന്ന മണവാളൻ
മാവേലി വാണാതിരായൻ ഭഗവതിക്ക് വിജം എരുവൊന്നുക്ക് മേൽവിച്ചി എന്ന. ഇപ്പൊ ചെന്നാ വായിക്കാൻ നിങ്ങൾക്ക് വട്ടെഴുത്താണ്, വട്ടെഴുത്ത് അറിയാവുന്നവർക്ക് വായിക്കാം. അതിൻ്റെ പ്രണാളം എന്ന് പറയുന്ന ബിംബത്തിൽ നിന്ന് അഭിഷേകം ചെയ്ത് വെള്ളം പുറത്തേക്ക് പോകുന്നതിന് വേണ്ടി വെച്ചിരിക്കുന്ന ചാലിൻ്റെ അടിയിൽ എഴുതിയിട്ടുണ്ട്, ചമര കോലാഹല മതിയാത മന്ന മണവാളൻ മാവേലി വാണാതിരായൻ ഭഗവതിക്ക് വിഷം എരുവൊന്നുക്ക്. ഇത് കാര്യം എന്ന് പറയാൻ ഓണത്തിനെ കുറിച്ചല്ല പറയുന്നത്. ഈ മാവേലി വാണാതിരായൻ എന്ന് പറയുന്ന രാജാവ് അതുവഴി കടന്നു വരുന്ന എരുവൊന്നുക്ക് കാള ഒന്നിന് ഇത്ര രൂപ വെച്ച് അല്ലെങ്കിൽ ഇത്ര പണം വെച്ച് നികുതി ഈടാക്കണമെന്നുള്ള രേഖയാണ്. അതുവഴി കടന്നു വരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഈ മധ്യ കേരളം അദ്ദേഹം ഭരിച്ചിരുന്നു എന്നല്ലേ. അദ്ദേഹത്തിൻ്റെ പേര് മാവേലി വാണാതിരായൻ. ഇത്രയും വെച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കുടിയേറ്റിയതാണ് എന്ന്. അപ്പോൾ നമ്മൾ അടുത്ത ചോദ്യം വരാം, എന്തുകൊണ്ടാണ് തമിഴ്നാട്ടിൽ ഇത് ആലോചിക്കാത്തത്? തമിഴ്നാട്ടിൽ എന്തുകൊണ്ടാണ്? തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഉത്സവമാണെങ്കിൽ തമിഴ്നാട്ടിൽ എന്തുകൊണ്ട് ഇത് ആഘോഷിക്കപ്പെടുന്നില്ല? സ്വാഭാവികം ചോദിക്കാവുന്നൊരു ചോദ്യമാണ്. അതിൻ്റെ ഉത്തരമാണ് നമുക്ക് ചിലപ്പതികാരം എന്ന് പറയുന്ന കൃതി അറിയാം. ഈ ചിലപ്പതികാരത്തിൻ്റെ രണ്ടാം ഭാഗമുള്ളവരും പലർക്കും അറിയില്ല. അതിൻ്റെ രണ്ടാം ഭാഗമുണ്ട്. അതായത് കോവിലൻ്റെ കാമുകിയായ മാധവിക്ക് ജനിച്ച ഒരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടിയുടെ പേരാണ് മണിമേഖല. ഈ മണിമേഖല ബുദ്ധമതം സ്വീകരിച്ചതിനെ സംബന്ധിച്ചുള്ള ഒരു കാവ്യമാണ്, ബുദ്ധമത കാവ്യമാണ്. ആ കാവ്യത്തിൽ എന്തുകൊണ്ട് തമിഴ്നാട്ടിൽ ഈ ഓണം ആഘോഷം പൂർണ്ണമായി അവസാനിച്ചു എന്നുള്ളതിന് തെളിവ് തരുന്നുണ്ട്. അത് ഇത്രയാണ്, ഇന്ദ്രൻ അവൻ ഇടുചാപത്ത് കടൽ നഗർ കൊള്ളൈ നിൻ തായരും. അർത്ഥം ഇതാണ്, ഇന്ദ്രോത്സവം നിരോധിച്ചതുകൊണ്ട് ഇന്ദ്രശാപത്താൽ കാവേരി പൂമ്പട്ടണം കടലെടുത്തു പോയി എന്ന് ധ്വനി. എന്ന് പറഞ്ഞാൽ ഇന്ദ്രോത്സവം എന്ന് പറയുന്ന ഓണം നിരോധിച്ചു. ആര്? ചോളന്മാർ പാണ്ഡ്യരാജ്യം ആക്രമിച്ച് കീഴടക്കുകയും വൈഷ്ണവ ആഘോഷങ്ങൾ പൂർണ്ണമായി നിരോധിക്കുകയും ചെയ്തു. അന്ന് കാവേരി പൂമ്പട്ടണമായിരുന്നു അവരുടെ തലസ്ഥാനം. കാവേരി പൂമ്പട്ടണം എന്ന് പറയുന്നത് നമ്മുടെ തിരുനെൽവേലിക്ക് അപ്പുറമാണ്, കടപ്പുറമാണ്. ഇത് കടലെടുത്ത് പോയതിനെ കുറിച്ചായി പറയുന്നത്. അത് കടലെടുത്ത് പോകുന്നതിന് കാരണം എന്താണ്? ഈ വൈഷ്ണവോത്സവം പൂർണ്ണമായി നിരോധിച്ചത് കൊണ്ടാണ് എന്നാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം അവിടെ കടലെടുത്ത് പോയത് അതുകൊണ്ടാണോ ഇല്ലയോ എന്നുള്ളതല്ല നമ്മുടെ വിഷയം. എന്തായാലും ഈ വൈഷ്ണവോത്സവങ്ങൾ മുഴുവൻ തമിഴ്നാട്ടിൽ നിരോധിക്കപ്പെട്ടു എന്നാണ് ഈ തരുന്ന സൂചന. അപ്പോൾ തമിഴ്നാട്ടിൽ പൂർണ്ണമായി നിരോധിക്കപ്പെട്ടു എങ്കിലും ക്ഷേത്രങ്ങളിൽ അത് ഒതുങ്ങി നിന്നു. അതാണ് ഞാൻ പറഞ്ഞത്. നേരത്തെ എൻ്റെ അറിവിൽപ്പെട്ട 9 ലോകളന്ത പെരുമാൾ ക്ഷേത്രങ്ങൾ, ആ ക്ഷേത്രങ്ങളുടെ പേരാണ് ലോകളന്ത പെരുമാൾ, ലോകത്തെ അളന്ത പെരുമാൾ, ത്രിവിക്രമൻ, വാമനൻ, അയാളുടെ ക്ഷേത്രങ്ങളിലൊക്കെ ബ്രഹ്മോത്സവം എന്നുള്ള പേരിൽ ഓണം ആഘോഷിക്കുന്നുണ്ട്. മറിച്ച് അതൊരു ജനകീയ ഉത്സവം അല്ലാതായി തീരുന്നതിന് കാരണം പാണ്ഡ്യന്മാരെ ചോളന്മാരാക്രമിച്ച് കീഴടക്കിയതിന് ശേഷം ഇന്ദ്രോത്സവങ്ങളെല്ലാം, അതായത് വൈഷ്ണവോത്സവങ്ങളെല്ലാം പൂർണ്ണമായി നിരോധിക്കപ്പെട്ടതിന് ശേഷം. അപ്പോൾ 710 മുതൽ 700-നും 710-നും ഇടയ്ക്ക് കേരളം ആക്രമിച്ച് കീഴടക്കിയ അരികേസരി മാറവർമ്മൻ മധ്യ കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ ഭരണത്തിന് കീഴിലിരുന്നു 800 വരെയെങ്കിലും. കാര്യം 800 രണ്ടാം ചേര സാമ്രാജ്യം കൊടുങ്ങല്ലൂർ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ 700 മുതൽ 800 വരെ ഉള്ള കാലഘട്ടം നമ്മൾ അജ്ഞാതകാലമെന്ന് എഴുതി തള്ളി പല ചരിത്രകാരന്മാരും. പക്ഷേ ആ കാലഘട്ടത്തിൽ പാണ്ഡ്യന്മാർ അതിക്രമിച്ച് എരച്ചു കയറുകയും പാണ്ഡ്യന്മാർ ഇവിടെ ഭരണം കൈയാളുകയും ചെയ്തു എന്നുള്ളതിൻ്റെ തെളിവുകളാണ് പാണ്ഡ്യൻ പാറ, പാണ്ഡിപ്പത്ത്, പാണ്ഡ്യന്നൂർ. ഇനി നമ്മുടെ കായലുണ്ടല്ലോ, വേമ്പനാട്ട് കായൽ, വേമ്പനാട്, വേമ്പന്നൂർ. വേമ്പൻ എന്ന് പറഞ്ഞാൽ വേപ്പിൻ്റെ മാല ചൂടുന്നവൻ. അതെന്തിനാണെന്നറിയോ വേപ്പിൻ്റെ മാല ചൂടുന്നത്? യുദ്ധം ചെയ്യുമ്പോൾ ഇന്നത്തെ പോലെ യൂണിഫോമൊന്നുമില്ല ആളുകളെ തിരിച്ചറിയാൻ. അന്ന് അതിന് പകരം ചെയ്താണ് കഴുത്തിലൊരു മാലയണിയും. ചേര രാജാക്കന്മാർ അണിയുന്ന മാലയുടെ പേരാണ് പനമ്പൻ, അതായത് പനമ്പൂവ്. പനമ്പൂവിൻ്റെ മാല. പനമ്പൂവ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ പനയല്ല, നമ്മുടെ ഒലട്ടിപ്പന എന്ന് തെക്കൻ പറയുന്നതും ചൂണ്ടപ്പന എന്ന് മധ്യ കേരളത്തിൽ പറയുന്നതുമായ വലിയ പനയുടെ പൂവ് കുരുത്താണ് അവർ മാലയിടുക.
ആ പട്ടാളത്തുകാരനെ തിരിച്ചു, ചേരനാണ്, ചേരൻ്റെ പടയാളി എന്നറിയാൻ ആ മാല നോക്കിയാൽ മതി. പാണ്ഡ്യൻ ധരിച്ചിരുന്നത് വേപ്പിൻ്റെ മാലയാണ്. വേപ്പിൻ്റെ മാല ധരിച്ചുകൊണ്ട് അവന് വേമ്പൻ എന്നറിയപ്പെട്ടു. ആ വേമ്പൻ്റെ നാട് വേമ്പനാട്, വേമ്പന്നൂർ. വെള്ളനാടിനടുത്ത് അരുവിക്കരയ്ക്കടുത്തൊരു വേമ്പന്നൂരുണ്ട്, നമ്മുടെ നെയ്യാറ്റിൻകരയ്ക്കടുത്തൊരു വേമ്പന്നൂരുണ്ട്. വഴുതി എന്നാണ് അവരുടെ സ്ഥാനപ്പേര്. വഴുതൂർ, പെരും വഴുതൂർ തുടങ്ങിയ നിരവധി പേരുകൾ, നമുക്ക് പ്രാചീനമായ പേരുകളിൽ ഏകദേശം 30ഓളം സ്ഥലപ്പേരുകൾ പാണ്ഡ്യന്മാരുടെ പേരിലാണ്. എന്ന് പറഞ്ഞാൽ മധ്യകേരളം മുതൽ തെക്കോട്ട് ഉള്ള ഭാഗങ്ങൾ മുഴുവൻ 700 മുതൽ 800 വരെയെങ്കിലും ഇവരുടെ മേൽക്കോയ്മ സ്വീകരിച്ച ആളുകളോ ഇവരുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലുമായിരുന്നു. ആ കാലഘട്ടത്തിൽ അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു ഉത്സവമാണ് ഓണാഘോഷം. ഇനി നമ്മൾ പറയുന്നത് മാവേലി നാടുവാണിയിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ. മനോഹരമായൊരു രാജ്യം പണ്ടുണ്ടായിരുന്നു. കള്ളപ്പറയും ചെറുനാഴിയും ഇല്ലാത്തൊരു രാജ്യം, കള്ളനും കാവക്കാരനും ഇല്ലാതിരുന്നൊരു മനോഹരമായൊരു ഭരണ സംവിധാനം. ശരിയോ? ഒന്ന് തിരിച്ചു ചിന്തിക്കൂ. നിങ്ങൾ പ്ലെയിനിൽ കയറിയിട്ടില്ല. ആ പ്ലെയിനിൽ കയറാത്ത ഒരാളിനല്ലേ പ്ലെയിനിനെ കുറിച്ചൊരു സ്വപ്നം ഉണ്ടാകും? അതിൽ കയറുന്നതിനെക്കുറിച്ച്, അതിൽ ചാരി ഇരിക്കുന്നതിനെക്കുറിച്ച് ഇല്ലേ? കയറിയവരെ സംബന്ധിച്ചുള്ളത് കയറി യാത്ര ചെയ്ത് നാളെയും സ്വപ്നമൊന്നുമില്ല. പക്ഷെ ഒരു സ്വപ്നമുള്ളത് അത് ചെയ്യാത്തവനെ കുറിച്ച്, അനുഭവിക്കാത്തവനെ കുറിച്ചാണ്. ഇത് 17, 18 അല്ലെങ്കിൽ 16, 17, 18 നൂറ്റാണ്ടുകളിൽ എഴുതിയ കാവ്യമാണിത്. മാവേലി നാടുവാണിയിടും കാലം എന്ന മഹാബലി ചരിതം. അത് പലരും പേരിന് പിന്നെ അയ്യപ്പനാണെന്ന് പറയുന്നുണ്ട്, ശങ്കരകവിയാണെന്ന് പറയും. യഥാർത്ഥത്തിൽ ഇതിനെക്കുറിച്ച് ഗവേഷണം നടത്തിയ ഉള്ളൂർ എസ് പരമേശ്വരയ്യർ പറയുന്നത് അജ്ഞാത കർത്തൃത്വം ആണെന്ന് അദ്ദേഹം പറയുന്നത്. ഇതാരെഴുതിയതെന്നറിയില്ല. ആരെഴുതിയതായാലും ഭാഷയുടെ സാരൂപ്യം വെച്ചുകൊണ്ട് 16, 17, 18 നൂറ്റാണ്ടുകളിൽ എഴുതിയതാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ നിഗമനം. ഏകദേശം നമ്മുടെ ബോധ്യത്തിലും അതൊക്കെ വരും. ആ കാലഘട്ടത്തിനെക്കുറിച്ചൊന്ന് ചിന്തിക്കൂ. 16, 17, 18 നൂറ്റാണ്ടുകളിൽ ചാതുർവർണ്ണ്യം കൊടികുത്തി വാഴുന്നൊരു കാലം. ക്ഷേത്ര കേന്ദ്രീകൃതമായ ഭരണ സംവിധാനം നിലനിന്ന, സങ്കേതങ്ങൾ നിലനിന്നിരുന്നൊരു കാര്യം. ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ച പുലയനെ വെട്ടിക്കൊന്നതിന് രാജാവിനെ ശിക്ഷിച്ച നമ്പൂതിരിമാർ ഭരിച്ചിരുന്നൊരു കാലം. ആ കാലഘട്ടത്തിൽ കള്ളപ്പറയും ചെറുനാഴിയും ഇല്ലാത്ത, ജാതിയും മതവും വർഗവർണ്ണ വ്യത്യാസങ്ങളൊന്നുമില്ലാത്ത ഒരു സമൂഹവും ഒരു രാജ്യവും ഭരണവും നിലനിന്നിരുന്നു എന്ന് പറഞ്ഞാൽ അതൊരു സ്വപ്നമല്ലെങ്കിൽ പിന്നെന്താണ്? അതൊരു സ്വപ്നം മാത്രമാണ്. ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മളിവിടുത്തെ, ഞാൻ എല്ലാവരെയും അങ്ങനെ അടച്ചാക്ഷേപിക്കുന്ന അല്ല, എങ്കിലും പറയാതിരിക്കാൻ നിർവാഹമല്ല, സർഗസാഹിത്യകാരന്മാർ മുഴുവൻ ഇതിനെ പറഞ്ഞുണ്ടാക്കിയത് ഇങ്ങനെയാണ്. പണ്ട് ഇങ്ങനെ ഒരു രാജ്യം നിലനിന്നിരുന്നു, അതിമനോഹരമായൊരു രാജ്യം. നമ്മുടെ സാമാന്യ യുക്തിക്ക് അങ്ങനെ ഒരു രാജ്യം നിലനിൽക്കാൻ ആ കാലഘട്ടത്തിൽ കഴിയുമോ? ഇന്നത് പറഞ്ഞു എങ്കിൽ ആ കവിയുടെ സ്വപ്നമാണ്. അങ്ങനെ ഒരു രാജ്യം അയാൾ സ്വപ്നം കാണുന്നു. കള്ളപ്പറയും ചെറുനാഴിയും ഇല്ലാത്ത, കള്ളത്തരങ്ങൾ ഒന്നുമില്ലാത്ത, ബാലമരണങ്ങളില്ലാത്ത ഒരു രാജ്യത്തിന് സ്വപ്നം കണ്ട ഒരു കവിയുടെ സ്വപ്ന കാവ്യമായിട്ട് മാത്രമാണത് കാണേണ്ടത്. അതിന് പകരം അതിനെ നമ്മൾ കാണുന്നത് എന്തായിട്ടാ? നടന്ന ഒരു കാലത്തിനെ കുറിച്ച്. അപ്പം ഇതാണ് ഓണത്തിനെ കുറിച്ച് നമ്മുടെ ഇടയിലേക്ക് വരുന്ന ഏറ്റവും വലിയ അബദ്ധങ്ങൾ, നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്നത്, നമ്മളെ ധരിപ്പിച്ചിരിക്കുന്നത്. ഏതാണ്ട് എൻ്റെ സമയം പൂർത്തിയായി. അപ്പോൾ ഇനി അതിൻ്റെ അവസാനം ഉപസംഹാരം എന്നുള്ള നിലയ്ക്ക് വളരെയേറെ പറയാനുള്ളൊരു വിഷയമാണ്. ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. കേരളത്തിൽ ഈ ഓണാഘോഷം സജീവമാകുന്നതിനും തമിഴ്നാട്ടിൽ നിർവീര്യമാകുന്നതിനും ഒരു ചെറിയൊരു കാര്യം കൂടി പറയാനുണ്ട്. അതുകൂടി പറഞ്ഞ് ഒരു ഉപസംഹാരം എന്നുള്ള നിലയ്ക്ക് ഞാൻ അവസാനിപ്പിക്കാം. ഓണാഘോഷങ്ങൾ തമിഴ്നാട്ടിൽ തീരെ ശുഷ്കിച്ചു പോകാനുള്ള മറ്റൊരു കാരണം തമിഴർക്ക് ആഘോഷിക്കുവാൻ മറ്റു നിരവധി ആഘോഷങ്ങൾ വേറെ ഉള്ളതുകൊണ്ടാകാം. മകരപ്പൊങ്കൽ, തൃക്കാർത്തിക, ദീപാവലി, ആടിച്ചൊവ്വ തുടങ്ങിയ അത്യാഹ്ലാദത്തോടു കൂടി തമിഴർ ഇന്നും ആഘോഷിക്കുന്നുണ്ടെന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്നാൽ പൗരാണിക കാലം മുതൽ 3 ഖണ്ഡങ്ങളായി കിടന്ന കേരളത്തിൽ ഒരു പൊതു ആഘോഷത്തിൻ്റെ സാധ്യത വിരളമായിരുന്നു. ഒന്നൊതുക്കി പറഞ്ഞാൽ സൈന്ധവ തീരത്ത് ത്രിവിക്രമനായി അവതരിച്ച് മധ്യ ഇന്ത്യയിലെത്തി വാമനായി വേഷം മാറി തമിഴ്നാട്ടിൽ പ്രവേശിച്ച് മാവേലി മിത്തുമായി കൂട്ടുകൂടി മലകടന്നെത്തി കേരളീയ ആചാര രീതികളുമായി ഇഴചേർന്ന് മലയാളീകരിച്ചെടുത്തൊരാഘോഷമാണ് തിരുവോണ മഹോത്സവം.
അരനൂറ്റാണ്ട് മുമ്പ് വരെ ഗൃഹാതുരത്വത്തോടുകൂടി മലയാളി വീട്ടുമുറ്റങ്ങളിൽ ആഘോഷിച്ചിരുന്ന ഓണം 1961 മുതൽ സംസ്ഥാനോത്സവമായി മാറുകയും 80കളിൽ ടൂറിസ്റ്റ് വാരാഘോഷമായി വ്യവസായവൽക്കരിക്കുകയും ചെയ്തു. സമാന്തരമായി ഓണം പേറുന്ന നാടോടിമിത്തിൽ ഭക്തിയുടെ ചായം പൂശി അമ്പലങ്ങൾ ദത്തെടുക്കുകയും ചെയ്തു. ഇന്ന് അമ്പലമാണ് തീരുമാനിക്കുന്നത് ഉത്സവം എങ്ങനെ ആഘോഷിക്കണം, ആരാഘോഷിക്കണം, അത് മാവേലിയെ ചവിട്ടിത്താഴ്ത്തിയാണോ, വാമനൻ്റെ ജന്മദിനമാണോ എന്ന രീതിയിലേക്ക് പറയണം. പക്ഷേ അത് പറയുമ്പോഴും നമുക്ക് ഒരു ചോദ്യം അവശേഷിക്കുന്നു: ആരാണ് ഈ മാവേലി? ഞാൻ പറഞ്ഞു നേരത്തെ, മധ്യ കേരളത്തിലെ ശാതവാഹന രാജാക്കന്മാരിലെ ഗൗതമീപുത്ര ശാതകർണിയുടെ വിളിപ്പേര് ബലി എന്നായിരുന്നു. ഗുജറാത്തിൽ 2 ബലിമാരുണ്ട്, പീർ ബലിയും മഹാപീർ ബലിയും, 2 മുസ്ലിം ബലിമാർ. ജൈന മതത്തിലെ ആഗമങ്ങളിൽ ആനവ ബലി തുടങ്ങിയ നിരവധി ബലിമാരെ കുറിച്ച് പറയുന്നുണ്ട്. അശോകനെ ബലി എന്നൊരിടത്ത് പരാമർശിച്ചിട്ടുണ്ട്. ബലി എന്ന് പറഞ്ഞാൽ അതിന് ഇത്രയേ ഉള്ളൂ, അതിനർത്ഥം ഒന്നുകിൽ ബലവാൻ അല്ലെങ്കിൽ ദാനശീലൻ എന്നുള്ള അർത്ഥമേ അതിനുള്ളൂ. അത് ഇവിടെ തന്നെ നമ്മൾ ഈ പറയുന്ന മിത്തിൽ പറയുന്ന മാവേലി, ആ മാവേലിക്കൊരു ഭാര്യയുണ്ട്, നമ്മളാരും ശ്രദ്ധിക്കാത്ത. അത് അവരുടെ പേര് വിന്ധ്യാവലി എന്നാണ്. മകൻ്റെ പേര് ബാണൻ, ഭാര്യയുടെ പേര് വിന്ധ്യാവലി. അപ്പോൾ തന്നെ കിടപ്പുണ്ട് വിന്ധ്യാവലി. പർവ്വതം എവിടെ കിടക്കുന്നത്? ഇന്ഥ എന്ന് പറയുന്ന അക്ഷരം നമുക്ക് മലയാളത്തിലില്ല, പഴയ മലയാളത്തിലില്ല. അപ്പോൾ തന്നെ അത് നോർത്ത് ഇന്ത്യൻ ആണെന്ന് ഉറപ്പ്. ഇനി മാവേലിക്ക് വേറൊരു പേരുണ്ട്. മാവേലിയുടെ യഥാർത്ഥ പേര് മാവേലി എന്നല്ല, അദ്ദേഹത്തിൻ്റെ പേര് ഇന്ദ്രസേനൻ എന്നാണ്. അവിടെയും കിടപ്പുണ്ടൊരു ഇന്ദ്രസേനൻ എന്ന പേരുള്ള മാവേലി. അപ്പോൾ മാവേലി എന്ന് പറയുന്നത് ഒരു പേരല്ല, ഒരു പദവിയോ അതല്ലെങ്കിൽ ആളുകൾ ചാർത്തിക്കൊടുത്തൊരു സ്ഥാനപ്പേരുമാണ്. അപ്പോൾ മഹാബലി എന്ന് പറയുന്ന ഒരാളല്ല, നിരവധി ബലിമാർ. ഒരു വലിയ ലിസ്റ്റ് തന്നെ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ ഒന്നും വായിക്കുന്നില്ല, ലിസ്റ്റ് തന്നെ നമ്മുടെ കയ്യിൽ ഉണ്ട്. അപ്പോൾ ഇനി ഈ 9 ക്ഷേത്രങ്ങൾ, തമിഴ്നാട്ടിലെ 9 ക്ഷേത്രങ്ങളുടെ പേര് കൂടി വായിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഓണമിത്തുകളുമായി നേരിട്ടും അല്ലാതെയും ബന്ധപ്പെടുന്ന തമിഴ്നാട്ടിലെ ചില ക്ഷേത്രങ്ങൾ. 1, തൃക്കണ്ടിയൂർ വാമന ക്ഷേത്രം. തഞ്ചാവൂരിൽ നിന്നും തിരുവയ്യാർ പോകുന്ന വഴിയിൽ 9 കിലോമീറ്റർ അകലെ കിഴക്ക് മാറി കിഴക്ക് ദർശനമായി നിൽക്കുന്ന ത്രിവിക്രമനായ വാമനൻ മഹാബലി പൂജിച്ചിരുന്ന വിഗ്രഹമെന്ന് ഐതിഹ്യം. മഹാബലി വാമനെ പൂജിച്ചിരുന്നു എന്നാണ് അവിടുത്തെ ഐതിഹ്യം. അടുത്ത കുംഭകോണം വിഷ്ണു ക്ഷേത്രം. ടൗണിൽ നിന്ന് 5 കിലോമീറ്റർ അകലെ കിഴക്ക് ദർശനമായ ചതുർബാഹുവായ വിഷ്ണു. തിരുവോണ നാളുകളിലെ ശ്രാവണ ദീപവും ബ്രഹ്മോത്സവവും പ്രധാനം. ശ്രീരാമ വിണ്ടകരം ക്ഷേത്രം. ശീർക്കോഴി ഗോവിന്ദ റെയിൽവേ സ്റ്റേഷന് സമീപം ത്രിലോകങ്ങളും അളക്കാൻ കാലുയർത്തി നിൽക്കുന്ന വാമനൻ. തൃക്കോവിൽ ത്രിവിക്രമക്ഷേത്രം. വിഴുപ്പുറം തൃക്കോവിൽ ജംഗ്ഷൻ എടുത്ത് കിഴക്ക് ദർശനമായി ആകാശമളക്കാൻ കാലുയർത്തി നിൽക്കുന്ന ത്രിവിക്രമൻ. ഉലകളന്ത പെരുമാൾ ക്ഷേത്രം കാഞ്ചി. പടിഞ്ഞാറ് ദർശനമായി ഇടത് കാലുയർത്തി വലത് കാൽ മഹാബലിയുടെ തലയിൽ ചവിട്ടി നിൽക്കുന്ന വാമന പ്രതിഷ്ഠ. തിരുനില തിങ്കൾ തുണ്ടം ക്ഷേത്രം കാഞ്ചി. കിഴക്ക് ദർശനമായി നിൽക്കുന്ന ത്രിവിക്രമ പ്രതിഷ്ഠ. തിരുനീർമലൈ ക്ഷേത്രം ചെന്നൈയിൽ പല്ലാവൂരിനടുത്ത് ത്രിലോകങ്ങൾ മളക്കാൻ ഇടത്തെ കാലുയർത്തി നിൽക്കുന്ന ത്രിവിക്രമൻ. ഉലകളന്ത പെരുമാൾ ക്ഷേത്രം ശിങ്കനല്ലൂർ കോയമ്പത്തൂർ ജില്ല. മാവേലിയെ ചവിട്ടിത്താഴ്ത്താൻ ഒരുങ്ങുന്ന വാമന പ്രതിഷ്ഠ. ചിങ്ങമാസത്തിലെ അത്തന്നാളിൽ കൊടിയേറി തിരുവോണം വരെ ഉത്സവം നടക്കുന്ന മഹാക്ഷേത്രം. ഉലകളന്ത പെരുമാൾ ക്ഷേത്രം പീലമേട് കോയമ്പത്തൂർ. മാവേലിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്താൻ കാലുയർത്തി നിൽക്കുന്ന വാമനൻ. തിരുവോണ നക്ഷത്രം വിശേഷ ദിവസമായി ആഘോഷിക്കുന്നു. മേൽപ്പറഞ്ഞ മേജർ ക്ഷേത്രങ്ങൾ കൂടാതെ 100-ലേറെ ത്രിവിക്രമ ക്ഷേത്രങ്ങൾ ഇന്നും തമിഴ്നാട്ടിലുണ്ട് എന്നും കേരളത്തിലില്ല എന്നും നമ്മൾ അറിയേണ്ടതുണ്ട്. അപ്പോൾ ഇത്രയുമാണ് എനിക്ക് പ്രാഥമികമായി പറയാനുള്ളത്. രണ്ടാമത്തെ ഭാഗം ഞാൻ ഈ പറയുന്നത് പോലെ സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാനതിന് മറുപടി പറയുമ്പോൾ കൂടി പറഞ്ഞുകൊള്ളാം. കാര്യം എൻ്റെ സമയം പൂർത്തിയായി.